ചാഞ്ചക്കം കടലിൽ ചാകര കൊയ്ത്ത് പടിഞ്ഞാറൻ പാടത്ത് പവിഴത്തിൻ തൂമുത്ത് കടലമ്മ കാഴ്ച വെച്ച പൊന്മുത്ത് ആഴിയിൽ പൊട്ടിമുളച്ച പൊൻവിത്ത് പോകാ വാരി വാരി വള്ളം നിറയെ മൂടിടാ ചാഞ്ചക്കം കടലിൽ ചാകര കൊയ്ത്ത് പടിഞ്ഞാറൻ പാടത്ത് പവിഴത്തിൻ തൂമുത്ത് കൊരുവല കൊളുത്തുവല കൊണ്ടുവായോ പെണ്ണാളെ ദൂരയത ചാകര പൊന്തി ഒരുവല കൊളുത്തുവല കൊണ്ടുവായോ പെണ്ണാളെ ദൂരയത ചാകര പൊന്തി തിരുവോണം വന്നല്ലോ പെരുന്നാളും വന്നല്ലോ തിരമാലകൾ തുള്ളും വയലേലയിൽ പോയി വേഗം സ്വർണ്ണ നിറയെ വാരിടാ ചാഞ്ചക്കം കടലിൽ ചാകര കൊയ്ത്ത് പടിഞ്ഞാറൻ പാടത്ത് പവിഴത്തിൻ തൂമുത്ത്
പുത്തനുണ്ടാക്കാതെ പറ്റത്തില്ല കേട്ടാ. എല്ലാ കൊല്ലവും ചാകര വരുമ്പോഴും നമ്മളോരോ കണക്കുകൾ കൂട്ടും. കൂട്ടല് മാത്രം മിച്ചം. കൈ നിറയെ കാശ് കാണുമ്പോ നമ്മുടെ മരിക്കാന്മാരുടെ കണ്ണുമഞ്ഞളിക്കുമല്ല, പിന്നെ അലുവ പോലും തൊലികളങ്ങനെ തിന്നുള്ളൂ. ദേ ആനവിഴുങ്ങിക്കോര പറയുന്നുണ്ട് കേട്ടാ. ഇന്ന് കച്ചവടത്തിന് കാശ് വന്നപ്പം 7 പലിശ വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ 5 കൊടുക്കത്തുള്ളൂ. നീ പലിശയും മുതലും കൊടുത്തില്ലേലും കോരയൊന്നും മിണ്ടാൻ പോണില്ലല്ല. നിന്റെ ചിരിയും കുഴച്ചിലും കണ്ടാൽ ഏതവനാണ് കാശ് ചോദിക്കാൻ തോന്നുന്നത്? നല്ല പ്രായത്തിൽ ഈ കടാപ്പുറത്ത് കിടന്ന് ചേച്ചി നന്നായിട്ടൊന്ന് വില ചെയ്താണല്ല. ഇന്നെന്ത് പറ്റി? പെൺപടകളെല്ലാം നല്ല ഉത്സാഹത്തിലാണല്ല. മീനെല്ലാം നേരത്തെ വിറ്റ് തീർന്ന. എന്തായാലും ഇവിടെ വെച്ച് കണ്ടതുകൊണ്ട് കുറച്ച് നടപ്പ് ലാഭം കിട്ടി. കാശട്. അപ്പോഴേ പാമ്പാടക്കാർത്തിയായനി 250, പലിശയും ചേർത്ത് 267, മുൻപാക്കി 115, ഒക്കെ കൂടി 382 രൂപ 50 പൈസ. കാശിങ്ങാട്ടട്. കോരച്ചേട്ടാ, ചാകര കയറിയെന്ന് വെച്ച് വിചാരിച്ച വിലയൊന്നും മീനിന് കിട്ടിയില്ല കേട്ടാ. ഐസിന് കാശ് കളയണ്ടാന്ന് കരുതി നേരത്തെ വിറ്റ് തീർത്തതാണ്. അല്ലേടി എന്നാമേ, അല്ലാണ്ട് പിന്നെ. ആ വേല കയ്യിലിരിക്കട്ടെ. ചാകര വരുമ്പോഴാണ് ഈ കോരയ്ക്കും ചാകര. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ് കണ്ണുമടച്ച് വെള്ളത്തിലാട്ട് വലിച്ചെറിയണത്. അതിന്റെ പലിശ എനിക്ക് കൃത്യമായിട്ടും കിട്ടണം കേട്ടാ. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയരുത് കേട്ടാ. കോരച്ചേട്ടനെന്ന് ഞങ്ങളെ കാണുള്ളൂ. എന്റെ കോരച്ചേട്ടനല്ലേ. ഞങ്ങൾ 5 വെച്ചേ പലിശ തരുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒക്കണത്? ഒക്കോ? എന്നാ 5 വെച്ച് തന്നാ മതി. പക്ഷേ ഇതിന്റെ നന്ദി വേണം കേട്ടാ. എടി പേര് കച്ചവടം കഴിഞ്ഞാൽ നേരത്തെ കാലത്തെ കുടുംബത്തെത്തണമെന്നുള്ള വിചാരമില്ലേടി നിനക്ക്? ഈ വക സമ്പർക്കൊന്നും നമ്മക്ക് വേണ്ട കേട്ടാ. ഞാൻ എന്റെ മെമ്പർ നോത്തിയെ കച്ചവടത്തിന് അയക്കണത് കണ്ണീ കണ്ട വരുത്തന്മാർക്ക് കൊള്ളാൻ വേണ്ടിട്ടല്ല. അത്രയ്ക്ക് വലിയ അഭിമാനിയാണെങ്കിൽ നിനക്ക് കടലിൽ പോകാൻ പാടില്ല ലാസറേ. എന്തിനാണ് മെമ്പർ നോത്തിനെ പണിക്ക് പറഞ്ഞയക്കണത്? അമ്മടെ കിണ്ടി. അതെങ്ങനെയാണ്? ഇവിടെ വിശ്വസിച്ച് ഞാൻ കടലാട്ട് പോയാലുണ്ടല്ല, ചെമ്മീൻ സിനിമയിലെ പളനിയുടെ മാതിരി എന്നെ സ്രാവ് കൊണ്ടുപോകില്ലേ? രണ്ടും കെട്ട വർത്താനം പറയരുതേട്ടാ. മീനും കൊണ്ട് കരക്കാരുടെ വീട് കയറി ഇറങ്ങി 3 നേരം തിന്നാൻ കൊടുക്കണം പോരാ, പിന്നൊരു നേരത്തഞ്ഞളിയല്. നീ ചൂടാകാതെ കരളെ, ഒരു 20 രൂപ ഇങ്ങാട് താടി. കള്ളുകുടിക്കാൻ പൊറുതിമുട്ടിയിട്ടായിരിക്കും വെപ്രാളപ്പെട്ട് ഇങ്ങാട് ഓടി വന്നത്. ഈ 10 രൂപ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതൊന്നും മണത്താൻ പോലും ഇല്ലല്ലാടി. ഉള്ളത് കൊണ്ട് മണത്താ മതി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാണല്ല കർത്താവ് ഈശോമിച്ച പറഞ്ഞിട്ടുള്ളത്. പോരേ, നീ നമ്മക്കിട്ട് കോരരുത് കേട്ടാ. പോരായിരിക്കും. ദേ മൂക്കുമുട്ട കുടിച്ച് വെളിവില്ലാണ്ട് വന്നാലുണ്ടല്ല, ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഇവ മരത്തിനാണ് കേട്ടാ. അകത്തിയെന്ന പമ്പരം പോലെ കറക്കും. എത്ര മൂസായാലും കള്ളിന്റെ രുചി മാറിയ മർക്കോസിന് അറിയായേ. ഇവിടത്തെ കള്ള് തീർന്നു കാണും. ചാകര വീണ പിന്നെ കള്ളവിടെ തികയാനാണോ മാർക്കോസേ? എന്തായാലും കൊള്ളാം. ഒരു 3-4 കൂടി പറ. എനിക്കിനി വേണ്ട കേട്ടാ. ഇപ്പൊ തന്നെ കുറെ കൂടുതലാണ്. അങ്ങനെ നീ മാത്രം ഇപ്പൊ നല്ലതുള്ള വേണ്ട. എന്റെ കപ്പാസിറ്റി ഉമ്മക്ക് അറിയാല്ല. കള്ളുകൂടിയിൽ ആരും ആരെയും ബലാത്കാരം ചെയ്യാൻ പാടില്ല കേട്ടാ. മകനെ കൃഷ്ണൻകുട്ടി, നിനക്ക് വേണ്ടെങ്കിൽ ആ വീഞ്ഞ് ഈ ലാസറിയേട്ട കഴിച്ചോളാം. അയ്യടെ ലാപ്പി, അങ്ങനെ ഇപ്പൊ മൂഞ്ചന്റെ കേട്ടാ. ഇപ്പൊ 2 ഉപയോഗിച്ചൊന്നില്ല, അത്രയും കയറ്റിയാ മതി. അമ്മടെ കിണ്ടി, ഇവൻ എന്റെ സ്വന്തമാണ്. വേണ്ടി വന്നാൽ ഇനി ഇവൻ എനിക്ക് മേടിച്ചു തരും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു സുനാഫിക്കേഷൻ. ആ സുനാഫിക്കേഷൻ നമ്മക്കറിയായേ. ലാസറിയാട്ടം വെളിവില്ലാണ്ടാവേണ്ടത് അവന്റെ ഒരു ആവശ്യമാണല്ല. അത് നമ്മക്കിട്ടൊന്ന് സുൻത്തിയതാണല്ല. ഞാൻ കുടിച്ച് വെളിവില്ലാണ്ടാകുമ്പോ എന്നെ പെലയെ കൊണ്ടൊന്നാക്കണത് കൊണ്ടാണല്ല നിങ്ങളൊക്കെ ഇങ്ങനെ പറയണത്. അവനൊരു രസത്തിന് പറഞ്ഞതല്ലേ ലാസറിയാട്ട. രസം പറയണതിന്റെ രസഗുളി എന്താണെന്ന് നമ്മക്കറിയാ കേട്ടാ. ഞാൻ 2ാം കെട്ടുകാരനാണ്, സമ്മതിച്ച്. എന്റെ ഭാര്യ മേരി കാണാൻ കൊള്ളാവുന്നവളുമാണ്, അതും സമ്മതിച്ച്. എന്ന് വെച്ച് കണ്ണീ കണ്ടവരുടെ കൂടെ ഇറങ്ങിപ്പോന്നുള്ള പേടിയൊന്നും എനിക്കില്ല കേട്ടാ. അത് വേണ്ട. കഴിച്ച ഞാനിപ്പൊ കഴിച്ചേ ഉള്ളു. കടലയ്ക്ക കൂട്ടാൻ വെച്ചിട്ട് അതിലെത്ര മടല് കടിച്ചടി കൂടലേ. നിന്റെ അപ്പന്റെ അങ്ങാടിയിൽ എത്ര അനമതിച്ചടി പെടലേ. ഈ നാട്ടിൽ ചെങ്കോൽ ധരിച്ചവരാരടാ ഉലകിൽ നാറി. ആ കൂട്ടാനും ചേർത്തടാ. ഇതെന്താണ് കൊടുത്തിട്ടാ? ലേറ്റ് ആയി പോയല്ലോ. കള്ള് തീർന്നു കാണും. അത് കള. എന്റെ പതിവ് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് കേട്ടാ. അല്ലടാ മാർക്കോസേ,
ഇന്ന് ബോട്ടുകാരും നിങ്ങളും തമ്മിൽ പുറംകടലിൽ വെച്ച് ഏതാണ്ട് കശപിശ ഉണ്ടായെന്ന് കേട്ടല്ല, നേരാണ്? നിങ്ങൾ എന്താണ് പറയണത്? 22 മാർ ഉള്ളിലോട്ട് പോയി വലയിറക്കാനേ അവനൊക്കെ അവകാശമുള്ളു. എന്നിട്ട് ഇപ്പൊ കരയിലോട്ട് വന്ന് അവന്റെ ഒക്കെ അമ്മയുടെ മുമ്പിൽ നിന്നാണ് മീൻ പിടിക്കണത്. നാളെ ഏതെങ്കിലും ബോട്ട് നമ്മുടെ അതിർത്തി കടന്നാലുണ്ടല്ലേ പിന്നെ പുളുത്തും. ബോട്ടുകാരോട് കളിക്കാൻ ചെന്ന അവര് കളി പഠിപ്പിച്ചേ വിടുള്ളൂ കേട്ടാ. കൊളുത്തൂന്നറിയാവുന്നത് കൊണ്ട് നമ്മൾ ഒരുങ്ങി തന്നെയാണ് പോണത് കേട്ടാ. കാണാൻ എന്തിരിക്കണ്? വഞ്ചിക്കാട് കളിച്ചാലുണ്ടല്ലോ അവന്മാരുടെ കയ്യും കാലും നുറുക്കി വിടും. ഞാൻ പറഞ്ഞേ ഉള്ളു, അറിയാത്ത പിള്ളച്ചറിയുമ്പോ. ആകാശിക്കുന്ന ഞങ്ങളുടെ ബാവായെ നിന്റെ തിരുനാമശുദ്ധമാപ്പെടണം, നിന്റെ രാജഭരണം നിന്റെ ആകാശത്തിലെ പോലെ ഭൂമിലാകണം. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ആ ചാള പറ്റിച്ചത് പൂച്ച തട്ടിട്ടെന്നാണ് തോന്നണത്. ഒന്ന് ചെന്ന് നോക്കിയേടി സാറേ. നന്മനോരമേനും സൃഷ്ടികർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ട. എടി കൊച്ചുരേസിയെ, മാർക്കോസിന് ഇതുവരെ കണ്ടിട്ടില്ലാടി. എന്റെ കർത്താവേ, അവനിത് എവിടെ പോയി കിടക്കാണ്? മാനസമൈനെ വരൂ, ഹൈ, മധുരം നുള്ളിത്തരൂ, അമ്മിതേ ചേട്ടൻ വരുന്നുണ്ട്. തേടൂ. നല്ല പൂച്ചലാണെന്നാണ് തോന്നണത്. നിങ്ങാട് വരട്ടെ. അവന്റെ ഒരു മാനസമൈന. കടലിലെ മോഹവും കരയിലെ ഓളവും അടങ്ങുകില്ലോ മേനെ, അടങ്ങുകില്ല. എല്ലാം അടക്കി തരാവളാ. ഇങ്ങാടിരി. കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇറങ്ങിപ്പോയവനല്ലടാ നീ. ഈ വീടിനെ കുറിച്ച് വല്ല ചിന്തയോ വിചാരവും നിനക്കുണ്ടോടാ? വീടിനെ കുറിച്ചുള്ള കാര്യം വിട്. അമ്മേനെ കുറിച്ച് ആലോചിച്ചോണ്ടല്ലേ ഈ മോനിത്ര വൈകിയേ. സന്ധിക്കിത്തിരി കള്ളു പോന്തില്ലേ ഈ അമ്മക്ക് ഉറങ്ങണല്ല നീ മകൻ അറിയായേ. കിരണം കെട്ട നേരത്തെ ഷാപ്പിൽ ചെന്ന് അവിടെ ഇവിടാണ് കള്ളിരിക്കണത്. പിന്നെ പരമുച്ചോന്റെ വീട്ടിൽ പോയി കുത്തിയിരുന്നിട്ടാണ് ഈ കള്ളൊപ്പിച്ചെടുത്തത്. ഈ ലോകത്ത് അമ്മക്ക് വേണ്ടി ഇതുപോലെ കട്ടപ്പറഞ്ഞൊരു മകനെ കാണുക കാണുകയല്ല. ഇന്നാ കള്ള്. എടി സുന്ദരിക്കോളകളെ, ഇങ്ങാട് വാടി. സുഖിയനും പഴം പറയാണ്. തിന്നോ. എടാ മാർക്കോസേ, നമ്മുടെ കൊച്ചു റേസായ കഴിഞ്ഞ ചാകരിക്ക് നീ കെട്ടിച്ചുവിടുന്ന് പറഞ്ഞതാണല്ല. എന്നിട്ട് എന്തായി? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. കൂടുതൽ തുണിക്ക് മറുതുണില്ലാത്ത സമയത്താണ് എന്റെ തന്ത ഈ കിലോനെ മേലോട്ട് കെട്ടിയെടുത്തത്. ഞാൻ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി, വല മേടിച്ച്, പഞ്ച് മേടിച്ച്. ഇനി അർച്ചന പുണ്യോത്സവം കഴിഞ്ഞ അടുത്ത ജാഗര കഴിയുമ്പോ എന്റെ കൊച്ചു ദേശിയാന് താരാന് ഒറ്റ പന്തൽ വെച്ച് ഞാൻ കെട്ടിച്ചു വിടും. മാർക്കോസിന് വിദ്യാഭ്യാസം ഇല്ലാലും എന്റെ അളിയന്മാര് പാന്റും കോട്ടും ഇട്ട് ഇംഗ്ലീഷ് എഴുതുന്നവരായിരിക്കണം. ഈ കളപ്പുറത്തുള്ള ഒറ്റ എഴുത്തിന് എന്റെ പെങ്ങന്മാരെ കൊടുക്കുകയാണ്. ബാക്കി വർത്താനൊക്കെ ചോറ് തിന്നിട്ട് മതി. ചേട്ടൻ മോറ് കഴിയിട്ട് വാ. വരാല്ല അമ്മോ, കള്ളു മുഴുവൻ മുണുങ്ങരുത് കേട്ടാ. ഒരു ഗ്ലാസ് ഈ മകന് വെച്ചേക്കണേ. എന്റെ പൊന്നുമൻ കൂടുതൽ വലസണ്ട. വയറ്റി കിടക്കണത് മതി. വെളുപ്പിനെ എണീക്കാനുള്ളതാ. ചുവാറ് നിന്ന് കിടക്കാൻ നോക്ക്. എന്റെ പൊന്നും കുരിശു മുത്തപ്പ, ഈ നിലയ്ക്ക് പോയ കൂടുമ്പോ എവിടെ ചെന്നെത്തും? ഉണ്ടായിച്ച് കളയാൻ പോണയാണ്. എടാ കൃഷ്ണൻകുട്ടി, നിന്നെ പോലെ സ്നേഹമുള്ള ഒരുത്തനെ ഈ കടാപ്പുറത്ത് കാണുകയല്ലേ ഇടഞ്ഞ നടാൻ പൊന്നോണ. എടാ, നിന്നെ വെച്ചാ മാർക്കോസ് മുതലെടുക്കണ കാണുമ്പോ എന്റെ ചങ്കാണ് കേട്ടാ തകരണത്. ഒരു കൊച്ചു വെള്ളം വരേണ്ടെന്നും വിചാരിച്ചിട്ട് അവനാരാണ്? ഈ കടാപ്പുറത്തെ കാർമാൻ ചക്രവർത്തിയാ. ഒന്ന് പതുക്കെ പറലാച്ചറിയാട്ടാ. ആരെങ്കിലും കേട്ടാ നാറ്റ കേസാണ്. നമ്മടെ കിണ്ടി എന്റെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറയും. ഈ കടാപ്പുറത്ത് എനിക്കാരെയും പേടിച്ച് ജീവിക്കണ്ട. ഈ ലാസവന്റെ കപ്പനെ കണ്ട് വളർന്നവനാണ്. കണ്ടാൽ വെട്ടുവഴിന്നേ കേൾക്കാൻ തുടങ്ങിയതാണല്ലേ കൂവിച്ച. വേദപ്രസംഗം നിർത്തി വേണേലും ഒന്ന് വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. ആ, നിനക്കെന്നെ കിടത്താനാണല്ലോ തിടുക്കം. കൊച്ചു പിള്ളേരെ കാണുമ്പോ നിന്റെ ഒരു ഇളക്കമുണ്ടല്ല. അതിന്റെ സുനാപ്പിക്കേഷൻ എന്താണെന്ന് എനിക്കറിയാമടി. ദേ, ഈ കൊച്ചനെ ഇവിടെ നിക്കണേ. അല്ലേലും ഞാൻ വല്ലതും പറഞ്ഞാനേ. ചൂലേ, നീ എന്ത് പറയുന്നതല്ല. ഒന്ന് പിടിച്ചാട്ടാ ചാച്ചി. ഈ ചരക്കിനെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കടത്താം. പിടിച്ചാ അങ്ങനെ. കിഷൻകുട്ടി, ഇതെന്താണ് വല്ലാത്തൊരു നോട്ടം? ചേച്ചിയെ കണ്ട ആരാണ് നോക്കാത്തത്? അതിനുള്ള പ്രായം നിനക്ക് ആയില്ലല്ലാടാ കുട്ടാ. നിക്കട്ടാ പോട്ടാ. പൊന്നുമോ നേരത്തെ വീട്ടിൽ പോയി ചട്ടിക്കെണ്ണം കൊടുക്കാൻ നോക്ക്. എനിക്ക് പോകാൻ തോന്നണില്ല.
ചേച്ചിയെ കൊണ്ട് പറക്കാനാണ് തോന്നണത്. പറന്നാലും കൊള്ളാം പറന്നില്ലേലും കൊള്ളാം. ഞാൻ കാലത്ത് എഴുന്നേക്കുമ്പോ എനിക്ക് കഞ്ഞി കിട്ടണം. ലാസറേട്ട ഉറങ്ങിയില്ലായിരുന്ന അപ്പ പിന്നാട്ടല്ലേ. എടി പെണ്ണെ, നിന്റെ ആങ്ങളയുടെ കെട്ടിയെടുക്കൊക്കെ കഴിഞ്ഞാടി? പിന്നെ എത്ര നേരായിട്ട് ഇവിടെ കാത്തിരിക്കണ്? ചേട്ടൻ എന്താണ് ഇത്രയും താമസിച്ചത്? ഓ അതൊന്നും പറയണ്ട. അമ്മച്ചി ഇന്നലെ ഇമ്മിണി പൂസിലായിരുന്നു. ഉറങ്ങാൻ വിടണ്ടേ? ഓരോരോ വർത്താനങ്ങൾ പറഞ്ഞു വന്നപ്പോ കിടക്കാൻ ഇമ്മിണി വൈകി. നമ്മുടെ കാര്യമല്ല കേട്ടാ. ഓ അമ്മച്ചി എന്തിനാണ് കുറ്റം പറയണത്? ഈ പറയണ ആളും ഇന്നലെ നല്ല കോലത്തിലായിരുന്നല്ല. നീ കണ്ട? പിന്നെ കാണാണ്ടാണ്. അത് നടുക്കടലിൽ കിടന്നുള്ള പണിയല്ലേടി പെണ്ണെ. അത് കഴിഞ്ഞു വരുമ്പം ഇത്തിരി സന്തോഷമൊക്കെ ഇല്ല. പിന്നെ ജീവിതത്തിൽ എന്താണ് ഒരു അർത്ഥം? കടലിപ്പോക്കും കള്ളുകൂടിയും മാത്രമാണ് ജീവിതത്തിന്റെ അർത്ഥം. ഇവളെന്താണ് കൊച്ചുവെളുപ്പാങ്കാലത്ത് നിന്നാടൊരു പദം പറച്ചില്? ഓ നിന്റെ പെങ്ങൾക്ക് വലിയൊരു പരാതി. ഔവ്വ ഞാനും കേട്ടതാണ്. ആങ്ങളെ കുടിച്ച് കള്ള് പാട്ടണേലും അവക്കൊരു വിഷമവും. നിന്റെ കൂമ്പ് പാടണില്ലാണ്. മതി മതി വാ വാ. ചാകരയാണ്. എന്നിട്ട് വല കണ്ട പൊടിമീൻ പോലും ഇല്ല. ഒന്നും കൂടെ ഇറക്കി നോക്കടാ. ആ എന്നാ ഇറക്കി നോക്ക്. നിങ്ങളൊക്കെ എവിടെയാണ്? മാതപ്പനി ഒന്ന് കിടപ്പായ പോയി എന്താണോ തങ്കച്ച, നേരത്തെ കാലത്ത് കര പിടിക്കാൻ നോക്കണ. അല്ലാണ്ട് പിന്നെ ഈ എരിപൊരി വെയിലത്ത് കിടന്ന് മലക്കം പറഞ്ഞിട്ട് എന്ത് കഥന കിട്ടാനാണ്? അത് കണ്ട കടലിന്റെ അകത്തുള്ള പുല്ലും പായലും കൂടി നക്കി തിന്നാൻ നടക്കാണ് നാറികള്. ഇത് അഹമ്മതിയാണ് കേട്ടാ. ഇന്നലെയും ചങ്കിന് കുത്തിപ്പിടിച്ച് പറഞ്ഞാണ് ഇനി ചുറ്റുവട്ടത്ത് എന്താ ചുട്ട് കളയുമെന്ന്. അവന്മാർക്കൊക്കെ 10-22 ഉള്ളിലാട്ട് പോയി വലയിടാനല്ലേ നിയമമുള്ളൂ. ഇന്നലെ മേല് നോക്കിക്കാതെ വിട്ടത് മണ്ടത്രമായി കേട്ടാ. കുഞ്ചിക്കിട്ട് 4 കൊടുത്താ പിന്നെ റമ്പറപ്പിന് നിൽക്കൂല. വഞ്ചിയുടെ മാർക്കോസായി. നീ പറഞ്ഞോണ്ടാ? ഞാനില്ല. അവന്മാരോട് കശപിശിക്കൊന്നും പോകണ്ട കേട്ടാ. എറിഞ്ഞാ പിന്നെ നുമ്മ കര കാണൂല. നെറുകേട് കണ്ടാ ചോദ്യവും പറച്ചിലൊക്കെ ആണുങ്ങൾക്ക് ചേർന്ന. നിന്നെ പോലെ നെഞ്ചുറപ്പില്ലാത്ത 2 കെട്ടന്മാരാ അവർക്ക് വളം വെച്ചു കൊടുക്കണത്. വഞ്ചി വിടടാ. എന്നാ പിന്നെ ഞാനും വരണേണ്. വരില്ലടാ. എടാ മര്യാദക്ക് തിരിച്ചു പോണ്ട. അധികം വെള്ളത്തിലെടുത്താൽ നിന്നെ നിന്റെ ബോട്ടും ഞങ്ങൾ കടലിൽ കെട്ടിത്താക്കും. ഓ പിന്നെ ഉളുക്കും കടലിൽ നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ്. ലക്ഷങ്ങൾ മുടക്കി ബോട്ടിറക്കാനുണ്ടെങ്കിലേ അത് മുതലാക്കാനും ഞങ്ങൾക്ക് അറിയാൻ കേട്ടാ. അതിനൊക്കെ നേരവും കാലവും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നീയൊക്കെ അപ്പ പിടിച്ചാ മതി. പോണാവില്ലേ? അപ്പൊ നീ മാറ്റോണ്ടേ പോവല്ലടാ. പൊട്ടിയിടടാ അവന്. വഞ്ചിക്കാരുടെ കയ്യുടെ കരുത്തിപ്പോ മനസ്സിലായടാ വന്നി. ചെന്ന് പറഞ്ഞേക്കിന്റെ മോലാലിയോട്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നേ? പോക്കിരുത്തരല്ലേ അവന്മാര് കാണിച്ചത്. ഇനി മിണുങ്ങസ്യാന്ന് പറഞ്ഞിരുന്നാലുണ്ടല്ലോ അത് അവന്മാർക്ക് വളമാവും. ഈ വള്ളക്കാരുടെ അഹമ്മതി ഇപ്പൊ തന്നെ അവസാനിപ്പിക്കണം. അങ്ങനെ വാശി പിടിച്ച് വഞ്ചിക്കാരുമായി ഏറ്റുമുട്ടിയാലുണ്ടല്ലോ നമുക്കും ഉണ്ടാവും നഷ്ടം. എന്താ ഈ പറയുന്നത്? ലക്ഷക്കണക്കിന് രൂപ മുടക്കി ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കരയിൽ വെച്ച് മീൻ പിടിക്കാനല്ല. പുറംകടലിലാണെങ്കിൽ ട്രോളിംഗുകാര്
തീരത്താണെങ്കിൽ വള്ളക്കാര്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഫിഷറീസ് ഓഫീസർ ഒന്ന് കണ്ടാലോ? എന്തിനാ? അയാളുടെ കസേരയുടെ വലിപ്പം കാണാനോ? ഇവന്മാരൊക്കെ വള്ളക്കാരുടെ ഭാഗത്ത് നിൽക്കൂ. നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങണം. 10-30 ബോട്ടുള്ള മുതലാളിക്ക് 1-2 പോയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിലേ ഒരു ബോട്ട് മാത്രമുള്ള എന്റെ സ്ഥിതി ആലോചിക്കുമ്പോഴാ. കൊച്ചൗസപ്പേ, 2 കൊല്ലം മുമ്പ് വരെ നീയും വള്ളക്കാരനായിരുന്നല്ലോ. അപ്പൊ നീ ഇതേ പറയുള്ളൂ എനിക്കറിയാം. നമുക്ക് സർക്കിളിനെ ഒന്ന് കണ്ടു കളയാം. സർക്കിളിനെ സ്ക്വയറിനെയും കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ തെക്കോട്ടൊന്ന് വിളിച്ച് പറഞ്ഞാ മതി. വകുപ്പ് മന്ത്രി വരെ വേണേ ഇവിടെ എത്തും. അതൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഉമ്മാരെ ഒതുക്കാൻ എനിക്ക് നല്ലതുപോലെ അറിയാം. 55, 60, 60, 65, 65 കിടക്കണ കേളാ. മാർക്കോസ് അവിടെ നിന്ന്. എനിക്കറിയാൻ പാടില്ല. നിനക്കറിയില്ലല്ലേ? പറയടാ, മാർക്കോസ് അവിടെ? എനിക്കറിയില്ല. പാട്ടി കാഴുകണ്ട മോനെ. ഓനും കൂട്ടരും എവിടെ പോയെന്ന് കടല്ല. മാർക്കോസേട്ടാ, എന്താണ് നമ്മുടെ തങ്കച്ചന്റെ വെള്ളം അനന്തം മൂലയുടെ ആൾക്കാർ തകർത്ത് 3-4 ആളുകൾ ചത്ത്. ഇതൊക്കെ എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതാ. ഈ ബോട്ടുകാരും വള്ളക്കാരും തമ്മിലുള്ള കശപിശ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2-3 പേര് ചാകുകയും ചെയ്യും. വള്ളക്കാരൻ്റെ തല കൊയ്യൂന്നുള്ള പേടിയൊന്നും എനിക്കില്ല. പിന്നെ മകളുടെ കല്യാണ നിശ്ചയം വെറുതെ അലങ്കോലപ്പെടണ്ടല്ലോ എന്ന് കരുതിയാ ഈ പോലീസ് സെക്യൂരിറ്റി ഒക്കെ ഏർപ്പാടാക്കിയത്. നന്നായി. ഞങ്ങളെ തടയരുത് കേട്ടാ. പാവപ്പെട്ട 4 ജീവന് സമാധാനം പറയാണ്ട് ജീവനെ ഞങ്ങളെ വിടൂല. നിയമം ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. മാരകായുധങ്ങളുമായി അതിക്രമിച്ച് കിടന്നാൽ എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ചുമ്മാ വരട്ടല്ലേ സാറേ? പോലീസല്ല പട്ടാളം വന്നാൽ ഇവന്റെ കുടല് പുറത്തെടുക്കാൻ ഞങ്ങൾ പോവില്ല. ഒരു ബലപ്രയോഗം വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് സ്റ്റേഷനിൽ വന്ന് എഴുതി തന്നാൽ മതി. ഉമ്മണി തന്നതാണല്ല. എന്നിട്ട് എന്ത് കോപ്പിൽ അന്വേഷണമാണ് നിങ്ങൾ നടത്തിയത്? അതെങ്ങനെയാണ്? പാവപ്പെട്ടവരെ പരാതി അന്വേഷിക്കുന്ന അസുഖം ഇവിടെ പട്ടിയെ പോലെ കാവൽ നിൽക്കുന്നതാണല്ല. കൈ നിറയെ കായ് കിട്ടുമല്ല. പോക്കറ്റം പറഞ്ഞാൽ അടിച്ചു നിന്നെയൊക്കെ. അടിച്ചൊതുക്കാൻ എന്താണ് പട്ടിയാ പൂച്ചേ? ഞങ്ങൾ കടലിന്റെ മക്കളാണ് കേട്ടാ. കണ്ടും പങ്കായവും പിടിച്ച് തലമ്പിച്ച കൈയാണിത് സാറേ. എല്ലാത്തിനെയും വെട്ടി നുറുക്കും ഞങ്ങ. വേണ്ട സാറേ, വെറുതെ ഒരു ബഹളം ഉണ്ടാക്കണ്ട. അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാ. ദേ ഈ പഞ്ചാര വർത്താനൊക്കെ തന്നെ മറ്റവളുടെ പോയി പറഞ്ഞാൽ കേട്ടാ. 4 കുടുംബങ്ങളെ വഴിയാധാരമാക്കിയിട്ട് ഞാൻ പറയണ അത് മനസ്സിലിരിക്കട്ടെ. നിങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇന്നെന്റെ മകളുടെ കല്യാണ നിശ്ചയ. ഒറ്റ ബോട്ട് ഞാൻ കടലിലിറക്കിയിട്ടില്ല. ആളവടിയാക്കല്ലേ കേട്ടാ. അയ്യോ, ഞാൻ ഇപ്പോഴാണ് ഇത് അറിയുന്നത് തന്നെ. ഛേ, ഈ ബോട്ട് തൊഴിലാളിയിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണേ ഞങ്ങൾ മുതലാളിമാർ എന്ത് ചെയ്യാനാ? ദയവ് ചെയ്ത് നിങ്ങൾ സമാധാനത്തോടെ തിരിച്ചു പോകണം. മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തിന് വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. തന്റെ ഓസാരമൊന്നും വേണ്ട. അവരെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് അറിയാടോ. ആരാണ് ഇത് ചെയ്തതെന്ന് ഞാൻ അന്വേഷിക്കട്ടെ. നിങ്ങളിപ്പോ പിരിഞ്ഞു പോകണം. പോലീസിന്റെ അന്വേഷണം തീരുമാനം കണക്കണത് മുതലാളിമാരുടെ ബംഗ്ലാവിലാണല്ല. എത്രയും വേഗം കൊലയാളികളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഉണ്ടല്ല മുതലാളിമാരുടെ കഴുത്തിന് മേലെ തല കാണുകയല്ല. ഹലോ, ഹാജരല്ലേ? ഞാൻ അനന്തനാ. അതെ, അവന്മാരിവിടെ വന്നിരുന്നു. ഏയ്, ഞാൻ 4-5 പഞ്ചാര വർത്താനം പറഞ്ഞവരെ തണുപ്പിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷേ ഏത് നേരവും പൊട്ടിത്തെറിക്കാം. അതെനിക്കറിയാം.
ഇതാരാണ്ടപ്പ? ആ ഏതാണ്ട് വരുത്തനാണെന്ന് തോന്നുന്നു. ഒരു കെട്ടി ബീഡി തന്നെ. ചാവക്കാട് കടാപ്പുറത്ത് ആയിരക്കടത്ത്. ഇതിലിപ്പോ എന്താണ് ഒരു പുതുമ? ഏ എന്ത് വേണം? ചായ നല്ല കടുപ്പത്തിൽ. കഴിക്കാൻ വല്ലതും? വേണ്ട. ഇതിനു മുമ്പ് ഈ തുറയിലൊന്നും കണ്ടിട്ടില്ലല്ല. വരുത്തനാണ്. നാടെവിടെയാണ്? കണ്ടിട്ട് സംഗതി ഇച്ചിരി പരവക്കേടിലാണല്ല. വല്ല കഞ്ചാവ് അടിച്ച് കിറങ്ങി കിടക്കണ പാർട്ടി ആയിരിക്കും കേട്ടാ. ഒരു ജയിൽ പുള്ളിയുടെ മട്ടുണ്ട്. ജയിലിയാടി വന്നതായിരിക്കുവാ. ചാടിയതല്ല, പോകാൻ തയ്യാറായി വന്നതാണ് സെൻട്രൽ ജയിലിലേക്ക്. എന്റെ മോനെ രക്ഷിക്കാൻ ആരുമില്ലേ? ഒന്നും ചെയ്യല്ലേ. എന്റെ മോനെ രക്ഷിക്കില്ലേ? എന്റെ മോനെ എന്തു പറ്റി മോളെ? കടപ്പുറത്ത് ഇന്നൊരു നേർച്ച പെരുന്നാളിനുള്ള ആളുണ്ടായിരുന്നു. ബോട്ടുകാരിയായി വഴക്കിട്ടെന്ന് പറഞ്ഞ് നമ്മുടെ മാർക്കോസിക്കാനെ കോയിക്കാതരും കൂട്ടരും തല്ലി. അല്ലാ, എന്നിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോ മുകുന്ദേട്ടന്റെ ചായക്കടയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് കോയിക്കാതറിനെ അടിച്ച് ചമ്മന്തിയാക്കി. ഉമ്മ നേരാ? ഓനാരാ മോളെ? നല്ല നീളവും
പൊക്കമൊക്കെ ആളാ. ഭരതനാണെന്നാ തോന്നണത്. ഇനി ഈ കടപ്പുറത്ത് കോഴിക്കാതറിന്റെ വെളച്ചിൽ നടക്കൂല. അല്ലാ, ഇനിയെങ്കിലും ഇവിടെയുള്ളവർക്ക് മനസമാധാനായിട്ടൊന്ന് കഴിയാലാ. ഓന്റെ പേരെന്താ മോളെ? പേര് ബാപ്പുട്ടി. പേര് പോലെ തന്നെ നല്ല ഉറപ്പാണല്ല കൈക്കും കാലിനും. എടി മേരിയെ, നീ അവിടെ എന്തെടുക്കണേന്? വെള്ളം ചൂടാകാറായ? ആ, കുളിക്കാനല്ല, ഇത് കച്ച പിടിക്കാനാണ്. നിങ്ങൾ എന്തിനാണ് വെറുതെ തെള്ളിച്ചമ്മീനെ പോലെ നടന്ന് പടയ്ക്കണത്? ഇതൊന്നനത്തി എടുക്കണ്ടേ? ദേ, ഇതാണ് എന്റെ പെണ്ണും പിള്ള. ബാപ്പുട്ടിക്ക കോഴിക്കാതറിനടിച്ച് വീഴ്ത്തിയപ്പോ രണ്ട് കൈയും പൊക്കി ആദ്യം കൈയടിച്ചത് ഇവളാണ് കേട്ടാ. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കണണ്ട. നീ എന്താണ് ഈ പെണ്ണ് കാണാൻ വന്ന മാതിരി ലഞ്ഞിച്ച് മാറി നിൽക്കണത്? തുണി മുക്കി ഒന്നങ്ങാതെ കച്ച പിടിച്ചു കൊടുക്കണേ എന്റെ കൊച്ചുമേരി. പൊള്ളണണ്ടാ? ഏയ്, എടിയേ, അത്താഴത്തിന് നിന്റെ ചെമ്മീൻ മുളക് ഇട്ടത് വേണം കേട്ടാ. ചോറ തിന്നാൻ ബാപ്പുട്ടിക്കുണ്ടാവും. എനിക്ക് വേണ്ട, ഉടനെ പോണം. ആ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണിത്? സോക്കേട് മാറിയിട്ട് പോയാ മതി. വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? കോഴിക്കാതറിനെ കൊണ്ടുള്ള ഇടങ്ങേറി ഇന്നത്തോടെ തീർന്ന്. ഇനി മനസമാധാനമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാവില്ല. അല്ലടി മേരിയെ? ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സൊന്ന് വിളിച്ച കർത്താവ് വിളി കേൾക്കുന്നു. ഇത്രയും ചങ്ങാതിമാരുണ്ടായിട്ട് എന്റെ മോനെ രക്ഷിക്കുക ഒരു വരുത്തനാണല്ലോ വന്നത്. ഒരുമാതിരി ചൊറിയണ വർത്താനം പറയരുത് കേട്ടാ. ഞങ്ങ പുറംകടലിൽ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോഴിക്കാതറും കൂട്ടരും ജീവനോടെ പോവില്ലായിരുന്നു. ഒക്കത്തിനെ വെട്ടി നുറുക്കിയാനെ. ഉവ്വ ഒട്ടി നടക്കാനും ഓസിന് നടക്കാനും എല്ലാരും കാണും. ഉപ്പിനും മുളകിനും കൊള്ളാത്ത നീയൊക്കെ എന്തിനാടാ ചങ്ങാതിമാരെന്നും പറഞ്ഞു നടക്കണത്? കൊറേ നേരം വയല തുടങ്ങിയിട്ട് അമ്മയൊന്നും നിർത്തണുണ്ടാ? എന്നേലും അവനെ നമ്മുടെ തനിച്ച് കിട്ടാണ്ടിരിക്കില്ല. കോഴിക്കാതറിന് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് പകരം വീട്ടാനൊന്നും നിക്കണ്ട കേട്ടാ. നിന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞ ആളെ ഞാൻ ലാസറേറ്റിന്റെ വീട്ടിൽ വെച്ച് കണ്ടായിരുന്നു. പേര് വാപ്പൂട്ടിന്നാണ്. തെക്കങ്ങാണ്ടാണ് വീട്. ആളിത്തിരി മോശം സ്വഭാവക്കാരനാണെന്നാ തോന്നണം. അയാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നീ ചോദിച്ചാ? അതിന് ചോദിച്ചിട്ട് എന്തെങ്കിലും പറയണ്ടേ? ഒരു നല്ല വാക്ക് പോലും പറയാനൊത്തില്ലല്ല. ബോധവും പൊക്കടില്ലാണ്ട് കിടക്കുമ്പോ എങ്ങനെയാണ് നല്ല വാക്ക് പറയുന്നത്? അതിന് ഇനിയും സമയമുണ്ടല്ല. ലാസറിന്റെ വീട്ടിലാണ് അയാക്കടെ പൊറുതി. ഇനി ഇപ്പോഴൊന്നും പോകുകയല്ല. അമ്മ അത് ഇതും പറഞ്ഞു വായിലെ നാറ്റങ്ങളെ നീ ഓടിയായിരുന്നു. എടാ ലോറൻസേ, നമ്മക്ക് പോവാ. വെളുപ്പിന് പോവാണ്ടതല്ലേ? വരട്ടാ. ഇതെന്താണ് ഇവിടെ വന്ന് കിടക്കണത്? ഇക്കണ്ട നേരമായിട്ടും കാണാണ്ടായപ്പോ ഞാൻ വിചാരിച്ചു കേട്ടാ മിണ്ടാണ്ടങ്ങാട് പോയെന്ന്. അന്തിക്ക് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കടക്കാറ്റ് കൊള്ളണ്ട കേട്ടാ, നീരിറക്കം കൂടും. വാ, മേരി ചോറും വിളമ്പി വെച്ച് കാത്തിരിക്കണേന്ന്. വേണ്ട, എനിക്ക് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണിത്? അന്തിപ്പട്ടിണി കിടക്കാൻ പറ്റൂല എന്ന്. വാ, ഇതെന്താണ് ഇങ്ങനെ? ദേ, ഒരു ഗ്ലാസ് വിടണ. കുണ്ട് കൊട്ടുവടി ഈ വേദനയും വല്ലായ്മ ഒക്കെ പമ്പ കിടക്കും കേട്ടാ. ഞാൻ കഴിക്കില്ല. ആ, നിങ്ങൾക്ക് കള്ള് ഹറാമാണല്ല. എന്നാലേ ഈ കടാപ്പുറത്തുള്ളവർ മുഴുവൻ കുടിക്കും കേട്ടാ. ഞാൻ ആരോടും പറയുകയില്ല. വേണ്ട. ഒന്ന് വേഗം വിളമ്പടി, ഇവിടെ വിശന്ന് കണ്ണും തള്ളിരിക്കണേന്ന്. തിരിങ്ങാടും താടി. ആ, ഇതാണ് മേരിയുടെ ചെമ്മീൻ മുളകിട്ടത് സ്പെഷ്യലി. എങ്ങനെയുണ്ട്? അല്ല, നമ്മക്ക് വീട്ടിലാരൊക്കെയുണ്ട്? ആരുമില്ല. ഉമ്മയും ബാപ്പയും കൂടെ പുറപ്പെടും. ആരുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്ത് പറ്റി? ഒന്നും തിന്നാണ്ടാണല്ലോ എഴുന്നേറ്റ് പോയത്. ആ, നീ വീട്ടുകാരെ പറ്റി ചോദിച്ചിട്ടാകും. ബാപ്പുട്ടിക്കാക്ക് നല്ല ക്ഷീണം കാണുമല്ലേ? നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക്. എടി മേരിയെ, ആ ചായപ്പിൽ പായിട്ട് കൊടുത്തേടി. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. അത് വേണ്ട, ആ കോയിക്കാതൊരു മൂർഖനാണ്. എന്തും ചെയ്യാൻ മടിക്കൂല കേട്ടാ. അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമല്ലോ ലാസറേട്ടാ. ഞാൻ എന്റെ ഇവിടെ കിടന്നോളാം. ഉമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എടി മേരിയെ, പായ പുറത്തിട്ടാ മതി എടിയേ.
പുറത്ത് നല്ല തണുപ്പാണ്, ഉറക്കം കിട്ടൂല കേട്ടാ. അകത്ത് കിടന്നാ മതിയായിരുന്നു. ഇതിനിടെ ഇപ്പൊ പിന്നെയും കയറ്റിയാ? നന്നായിട്ട് കിടന്നുറങ്ങാനാടി. എന്നാ പിന്നെ എനിക്കൂടെ കുറച്ച് ഉറക്കം മരുന്ന് വാങ്ങിത്താ. ഒന്നും ഓർക്കാണ്ട് കിടന്ന് നേരം വെളുപ്പിക്കാലോ. കല്യാണം കഴിഞ്ഞ് 4-5 കൊല്ലം വെളിപോടെ കിടന്നതാണല്ല, എന്നിട്ടിപ്പ എന്തായി? ഒരു കുഞ്ഞിക്കാലിന് എനിക്ക് തന്നാടി. അതെന്റെ കുഴപ്പമാണ്. ആ പിന്നല്ലാണ്ട് നിന്റെ ഹാർമോണിയപ്പെട്ടിയുടെ കുഴപ്പമാണെന്നാണ് ഡാക്ടർ പറഞ്ഞത്. ദേ എരണം കെട്ട വർത്താനം പറയരുത് കേട്ടാ. അങ്ങപ്പുറത്തൊരാള് കിടപ്പുണ്ട്. എന്നാ പിന്നെ എന്റെ വായിന്നുള്ള സുനാപ്പിക്കേഷൻ ഒന്നും കേൾക്കാൻ നിൽക്കാണ്ട് കാക്കൂട്ടിന് കയ്യും പറ്റിയാണ് തുറക്കാൻ നോക്കണേ. മടകിണ്ടി ആരടി? കുഞ്ഞാലിമരക്കാരാണെന്നാ ഭാവം. ഒരു വെള്ളയ്ക്ക വന്ന് വീണപ്പോഴേക്കും പേടിച്ച് വരച്ചല്ലോ. ഞങ്ങൾ നിങ്ങളെ തിരക്ക് ലാസ്റ്റ് കൂടി പോയിരുന്നു. അപ്പോഴാണ് വെളുപ്പാങ്കാലത്തെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളെ മനസ്സിലായ മാർക്കോസിന് നിങ്ങളെ കണ്ട് നന്ദി പറയണമെന്ന് 2 ദിവസമായിട്ട് ഒറ്റ വാശി. ഇപ്പൊ എങ്ങനെയുണ്ട്? കോയിക്കാതറിന്റെ ഇരുമ്പൊലൊക്കെ പോലുള്ള കൈ കൊണ്ടാണല്ലോ കിട്ടിയത്. അതിന്റെ തെണ്ണന്മാരും കൂടി സമയമെടുക്കേ. ബാപ്പുട്ടിക്കാനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ലാസറേട്ടൻ പറഞ്ഞറിഞ്ഞു. ഇനി ഈ കടാപ്പുറത്ത് തന്നെ കൂടാനാണ് പരിപാടി. അല്ല, എനിക്ക് പോണം. എങ്ങാട്? അതറിയില്ല. അതെന്താണപ്പോ ഒരു ലക്കില്ല കാനില്ലാത്ത പോക്ക്? എന്നാ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ തന്നെ കൂടല്ല. പറഞ്ഞ നേരാണ് കേട്ടാ. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയാല് ഒരു തൊള്ളി അങ്ങ് പഠിപ്പിച്ച, പിന്നെ ഒരു മൊഞ്ചത്തീനയും കെട്ടി ഒരു കുടിയും വെച്ച് ഇവിടെ തന്നെ കൂടാല്ല. നിങ്ങളൊന്ന് പണിക്ക് പോയില്ലേ? പോയിട്ടെന്തിനാണ്? ആ കോയിക്കാതറിന്റെ പണിക്കൂറ്റം തീർത്തേ പിന്നെ ബോട്ടുകാർക്ക് ഞങ്ങളോടും കൂടി വാശി കൂടുതലാണേ. അവരെ നേരിടാൻ നിങ്ങൾക്ക് പേടിയാണോ? ഇപ്പൊ തോക്കും പൊട്ടാസും ഒക്കെ ആയിട്ടാണ് പുറംകടലിൽ വെച്ച് അവര് ഞങ്ങളെ മാട്ടണത്. നിങ്ങൾ ധൈര്യമായിട്ട് വള്ളവർക്ക്, ഞാനും കൂടെ വരാം. എത്ര നേരം ഞാൻ ഈ വെയിലും കൊണ്ട് നിക്കണേന്നറിയാവാ? അതിന് വെയിലത്ത് നിൽക്കണതിനകത്തിനാണ്. നട്ടുച്ചയായിട്ട് നിന്റെ തണുപ്പ് മാറിയിടേ കൊച്ചുരേശ പുണ്യാളത്തി. ഞാൻ മാറി തരണ. കാര്യം പറയാൻ നേരത്ത് കളിതമാശയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഞാൻ പോണേന്ന് കേട്ടാ. പോകാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? വേറെ ആരെങ്കിലും കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടാ? ആ, അതുകൊണ്ടാണ് വന്നത്. ഏതെമ്പോക്കിയാണടി അവൻ? എംബോക്കിയൊന്നുമല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പറവൂരിന്ന് ചേട്ടൻ കൊണ്ടുവന്ന ആലോചനയാണ്. കടാപ്പുറത്തുള്ള ഒരുത്തനും എന്നെ സാറാനെയും കെട്ടിക്കൂലെന്നാണ് ചേട്ടൻ പറയണത്. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ലോറൻസ് ചേട്ടൻ ചേട്ടനോട് കാര്യങ്ങൾ പറയണം കേട്ടാ. അതെന്ത് കോപ്പിലെ പണിയാണ്? എന്റെ പെങ്ങളെ അവന് പ്രേമിക്കാമെങ്കിൽ അവന്റെ പെങ്ങളെ എനിക്കും പ്രേമിക്കാം. നടക്കുന്ന കാര്യം വല്ലോണ്ടേലും പറയണ്ട ലോറൻസ് ചേട്ടാ. നീ പേടിക്കാണ്ടി റെഡി. മാർക്കോസ് കൊണ്ടുവരുന്ന കാര്യം ഞാൻ മുടക്കും. ചെക്കന്റെ വീട്ടുകാരോട് ഉമ്മാമ്മി സ്നേഹമാണെന്ന് ഞാനങ്ങ് പറയും. അവിടെയും രക്ഷ കിട്ടിയില്ലെങ്കിലേ നിനക്ക് വയറ്റിലുണ്ടെന്നങ്ങാട് കാച്ചും. ദേ വേണ്ടായിനൊന്നും പറയണ്ട കേട്ടാ. അല്ലാണ്ട് പിന്നെ കാര്യം നടക്കുക. ഈ കടപ്പുറം പെരുത്ത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാര് ഇനി ഇവിടം വിട്ടെങ്ങും പോണില്ലാന്ന് കേട്ട്. നേരാണ്. വല്ലാണ്ട് വേദനിക്കുന്നു. നീ ഏതാടി? വെള്ളച്ചിരിച്ചിട്ട് കൂടുന്നുണ്ട്. എന്താടി നിന്റെ പേര്? പേര് പേര് ബാപ്പുട്ടി. ബാപ്പുട്ടി എങ്ങോട്ടാണ്? വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. നിലാവത്തഴിച്ചു വിട്ട കോഴിയെ കൂട്ട് രാത്രി അങ്ങാടും ഇങ്ങാടും നടക്കണ്ട കേട്ടാ. നുമ്മാക്ക് അനന്തം മുതലാളുടെ നോട്ടപ്പുള്ളികളാണല്ല. ഒന്ന് മൂപ്പിക്കണ. ഒന്നാം തരം അന്തിക്കളാണ്. വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, നിർബന്ധിക്കണില്ല. അങ്ങാട്ടിരിക്ക്. നമുക്ക് കടക്കാറ്റ് കൊണ്ട് 4 പഞ്ചായത്ത് പറഞ്ഞിരിക്കാല്ല. എടാ മാർക്കോസേ, ഇയാക്കടെ വിചാരം നുമ്മ ഒന്നും കാണണില്ല കേക്കണില്ല എന്നാണ് കേട്ടാ. അല്ലേ, കുടിയിലുള്ള പെങ്കൊച്ചുങ്ങൾ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് കേട്ടാ. തുന്നക്കാരി ബിയാത്തുമ്മാന്റെ പുന്നാരമോള് സഫിയയുമായിട്ട് ഇയാൾക്ക് എന്താണ് ലൈന്? ഏയ്, വെറുതെ വല്ലതും പറഞ്ഞുണ്ടാക്കരുത്.
നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമില്ല. അത് വിട്. ആളും തൂണുമില്ലാത്ത കൂട്ടരാണ്. എളുപ്പം ആ പെങ്കൊച്ചിനെ നിക്കാഹ് ചെയ്താൽ ഒരു കുടുംബം രക്ഷപ്പെടും. നിങ്ങൾക്കും വേറൊന്നും നോക്കാനില്ലല്ല. വേണമെങ്കിൽ ഞാൻ ബിയാത്തുമായിട്ടൊന്ന് ആലോചിക്കാൻ കേട്ടാ. വേണ്ട. അതെന്താണ്? നിങ്ങൾക്ക് അവളെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അതുകൊണ്ടല്ല. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ എനിക്കൊരിക്കലും പറ്റില്ല. മറ്റൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. 14 വർഷങ്ങളായി ഞാൻ തേടുന്നു എന്റെ ശത്രുവിനെ. അതാരാണ്? അത് കണ്ടെത്തണം. അപ്പൊ ആളാരാന്നറിയില്ല? ഇല്ല, പേരും വീടും നാടും ഒന്നും അറിയില്ല. പക്ഷേ മുഖം അതൊരിക്കലും മറക്കില്ല. എന്നെങ്കിലും കണ്ടെത്തും. എണ്ണി എണ്ണി കണക്കുകൾ തീർക്കും. ഇതിപ്പോ പണ്ടാരണ്ട് പറഞ്ഞ പോലെ ആയാലോടെ മാർക്കോസേ. ഇയാളെന്ത് വട്ടാണി പറയണേ? ഊരും പേരും അറിയാണ്ട് എങ്ങനെയാണ് ആളെ കണ്ടുപിടിക്കണേ? എന്റെ കർത്താവ്, ഇനിയിപ്പോ അവൻ വടിയായി കാണില്ല എന്നറിഞ്ഞ്. ഇല്ല, അവൻ മരിക്കില്ല. എനിക്ക് വേണ്ടി അവൻ ജീവിച്ചിരിക്കും. എന്റെ കൈകൊണ്ട് അവൻ മരിക്കൂ. എന്റെ കൈകൊണ്ട് മാത്രം. എന്റെ ഈശോയെ, എന്റെ മോന്റെ വള്ളവും വലി കത്തിയല്ലോ. കോഴിക്കാളർ കൂട്ടം ചെയ്ത പണിയാണ്. ഇല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും കേട്ടാ. കാതറില്ലേ? ഇല്ലല്ല, പറയരുത് കേട്ടാ പെണ്ണുമ്പിള്ളേ. നേരാണ് പറഞ്ഞത്. അകത്താട്ടുകാരെ നോക്കടാ. ഇവിടെ ഞാനും എന്റെ പിള്ളേരും മാത്രമേ ഉള്ളൂ. പഠിച്ചതാണ് സത്യം. നിന്റെ കെട്ടിയാൻ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട കേട്ടാ. എന്നെങ്കിലും അവനെ ഞങ്ങളുടെ കൈ കിട്ടും. അന്ന് അവന്റെ മയ്യത്തായിരിക്കും. വാടാ പോവാം. നിക്കടാ അവിടെ, നിക്കാൻ. ഭർത്താവിന്റെ കൊലപാതകത്തിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? ആരെയാണ്? ഇന്നലെ അന്തിക്ക് പാപ്പുട്ടും വേറെ 5-6 പേരും മൂപ്പരെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. അതുകൊണ്ട് മാത്രം അവരെ സംശയിക്കാൻ പറ്റില്ല. അതല്ലേ മോനെ, പാളും കത്തിയൊക്കെ ആയിട്ട് അവര് വന്നത്. കൈ കിട്ടിയ കൊന്നു കളയൊന്ന് പറഞ്ഞിരുന്നു. തിരിച്ചു പോകാൻ നേരത്ത് മൂപ്പരെ ഓടിച്ചിടുന്നത് ഞാൻ കണ്ടതാണ്. ഇത് അനന്തം മുതലാളി നമുക്കിട്ട് ചെയ്ത പണിയാണ് കേട്ടോ. അല്ലാണ്ട് പിന്നെ. എടാ ലോറൻസ്, നിനക്ക് വല്ല സംശയം എവിടെ നിന്ന്? അയ്യോ, ദേ പോലീസ് വരണം. ആരാടാ ബാപ്പുട്ടി? ഞാനാ. ഇങ്ങോട്ട് മാറിക്കടാ. ലാസർ, മൂസ, കൃഷ്ണൻകുട്ടി, വർഗീസ്, ലോറൻസ്, മാർക്കോസ്. കേരള ജീപ്പിലേക്ക്. കാര്യം എന്താ സാറേ? ഓഹോ, കാര്യം അറിഞ്ഞാലും നീയൊക്കെ കയറുമല്ലേ? വഞ്ചിയും വലയും കത്തിച്ചതിന് ഒരു നിരപരാധിയെ കൊന്ന് കുടലെടുത്തിട്ടാണോടാ പകരം ചോദിക്കുന്നത്? ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല സാറേ. ഉമ്മസാരൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് എന്റെ ഭർത്താവ് ഈശോമിശിഹായേ, എന്റെ മോനെ ദേ പോലീസ് പിടിച്ചു കൊണ്ടുപോകണല്ലോ. ഞാൻ
മാനെ. എന്റെ മക്കൾ ആരെയും കൊന്നിട്ടില്ല, അവരൊന്നും ചെയ്യില്ലേ മാനെ. ഈശോയേ. അലറണ്ട സാറേ, ഇവരിവിടുന്ന് കൊണ്ടുപോണെങ്കില് ഞങ്ങളുടെ നെഞ്ചത്തൂടെ വണ്ടി കേൾക്കണം. ഞങ്ങൾക്ക് വെറുതെ പണി ഉണ്ടാക്കി വെക്കരുത്. മാറി. ദയവ് ചെയ്ത് നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. ഇവർ ഞങ്ങളെ കൊല്ലാനല്ല കൊണ്ടുപോകുന്നത്. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ വിട്ടയക്കും. ആരാടാ കാതറിനെ കൊന്നത്? പറയടാ. ആരാടാ കാതറിനെ കൊന്നത്? അടിച്ചതിനെ കള്ളം പറയരുത്. നിന്നെ കൊണ്ടല്ലടാ, നിന്റെ മറ്റേനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. ഇനി തല്ലരുത്. സാറിനൊരു കൊലയാളിയല്ലേ വേണ്ടത്? കാതറിനെ കൊന്ന ഇവരാരുമല്ല, ഞാനാ. ഇത്ര നേരം ചോദിച്ചപ്പോ നിന്റെ അണ്ണാക്കിൽ എന്തായിരുന്നടാ പട്ടി? തൊട്ടുപോകരുത്. കുറ്റം തെളിയിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങളെ തല്ലിയത്? അതേറ്റ് പറഞ്ഞില്ലേ? ഇനി തല്ലിയാൽ കൊന്നിരിക്കണം, അല്ലെങ്കിൽ സാറിന്റെ കുഞ്ഞുങ്ങൾക്ക് തന്ത ഉണ്ടാവില്ല. നിങ്ങൾ എന്തിനാണ് വെറുതെ കുറ്റമായിട്ടെടുത്തത്? ഇതല്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ? പാപ്പുട്ടിക്കല്ലാണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഞങ്ങളും കുറ്റമേക്കാൻ പോവേണ്. വെറുതെ വാശി പിടിക്കരുത്. നിങ്ങൾ പോണം. ഞാൻ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താ? ആരോരും ഇല്ലാത്തവനല്ലേ. നിങ്ങൾ അങ്ങനല്ലല്ലോ. എങ്ങാണ്ടൊന്നോ വന്ന് എങ്ങാണ്ടേക്ക് പോണ ഒരുത്തൻ ഇപ്പൊ ജയിലിൽ കിടക്കണത് ഒന്നും അറിയാത്ത കുറ്റത്തിനാണ്. അതും നമുക്ക് വേണ്ടി. വാപ്പൂട്ടിക്കാനെ എങ്ങനെയും ജയിലിൽ നിന്ന് ഇറക്കണം. ചേടാ, ഇവന്റെ പറച്ചില് കേട്ടാത്തൊന്നും നമ്മ വിചാരിക്കാഞ്ഞിട്ടാണ്. ഇത് മോഷണവും പിടിച്ചൊറിയൊന്നും അല്ല, കൊലക്കേസാണ്. ഏതമണ്ടൻ കേസാണേലും കാശും പുത്തനുണ്ടെങ്കിൽ മേനോൻ വക്കീല് ജാമ്യത്തിനെടുക്കും. അതിന് നമ്മളെ എവിടെ നിന്നാണ് കാശ്? എന്നാ പിന്നെ മേരിയെ പറഞ്ഞു വിടാ. അവള് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് 4 പുളിച്ച തെറി പറയാൻ വേണ്ടല്ലോ, തന്നെത്താൻ ഇറക്കി വിടും. അത് വേണ്ട. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കാണുമ്പോ ആ ഇൻസ്പെക്ടർക്ക് മേനോ വക്കീലൊന്ന് കണ്ടു നോക്കാം. ജയിലിൽ നിന്ന് വിട്ടെന്ന് അമ്മിണി ചേച്ചി അറിഞ്ഞ് പെരുത്ത് തല്ലിയ പോലീസുകാര്. ഏയ്, നോണ അമ്മിണി ചേച്ചി പറഞ്ഞല്ല. പോലീസുകാരുടെ ജോലി അവർക്ക് ചെയ്യണ്ടേ? തല്ലലാണ് അവരുടെ ജോലി. ഒത്തിരി നൊന്ത് കാണുമല്ലേ? എന്നെ ഓർത്ത് നീ എന്തിനാ അത്ര വിഷമിക്കുന്നത്? വാട്ട് നോൺസെൻസ്. മാറി നിൽക്കണോ? സൗകര്യമില്ലെങ്കിലോ? Who are you? ഇംഗ്ലീഷ് പറഞ്ഞ് വരട്ടാതിരി. ഇയാളെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് എങ്ങോട്ടാ? അതിന് ഇയാൾക്കൊന്നും പറ്റിയില്ലല്ലോ. പറ്റാഞ്ഞിട്ടാണോ ഈ കാണുന്നത്? കാറിന്റെ മുമ്പിൽ ആളെ ചാടിച്ചിട്ട് പണം പിടുങ്ങണ ജോലിയാണല്ലേ? നിർത്തടി. നല്ല തടിയാണല്ലോ. ജോലി ചെയ്ത് ജീവിച്ചൂടെ? നീ എവിടെ നിന്നാ സംസാരിക്കുന്നറിയാവോ? ഇത് കടപ്പുറവാ. മര്യാദയ്ക്കല്ലെങ്കിൽ തിരിച്ചു പോവില്ല. ഭീഷണിയാണോ? ഇത് വെച്ചോ. ഈ പിച്ചക്കാശിന് വേണ്ടി വണ്ടിക്ക് മുമ്പിൽ ചാടി ജീവൻ കളയാൻ നടക്കുന്ന ആളുകളല്ല ഇവിടെ ഉള്ളത്. ഇത് നീ തന്നെ വെച്ചോ. ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. ഇവിടെ വന്ന് കിടക്കണയാണ്. ഇങ്ങനെ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ എന്തിനാണ്? പോയതൊക്കെ തിരിച്ചു കിട്ടുവാ. നിനക്കറിയുവാ ഞാൻ എന്തുമാത്രം കട്ടപ്പെട്ടിട്ടാണ് ആ വള്ളവും വല ഉണ്ടാക്കിയെന്ന്?
ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ പോലും അടച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. അയ്യേ, ഇതെന്താണ് കൊച്ചു പിള്ളേരെ കൂട്ട്? കർത്താവ് എന്തെങ്കിലും വഴി കാണിച്ചു തരാണ്ടിരിക്കുവാ. ചേട്ടാ, ദേ ഒരു ബോട്ട് വരുന്നുണ്ട് കേട്ടാ, നമുക്ക് പോകാം. ബോട്ടുകാരവരുടെ പാട്ടിന് പോട്ടടി, നീ അവിടെ കിടക്ക്. അയ്യോ, നേരെ ഒരുപാടായി. ലോറൻസ് ചേട്ടൻ എണീറ്റ് അന്വേഷിക്കും. നമ്മ രണ്ടാളും ഈ കടലും കടപ്പുറവും മാത്രം മതിയെന്ന് തോന്നണം. കിനാവ് കാണാൻ ചെലവൊന്നും വേണ്ടല്ല, ഞാൻ പോണേണ്. എങ്ങാടെങ്കിലും പോണെങ്കിലും അവനൊന്നും പറഞ്ഞേച്ചു പോകാൻ പാടില്ലായിരുന്ന എറണം കെട്ടവന്. നേരം വെളുക്കുമ്പോ തൊട്ട് മനുഷ്യനിവിടെ തീ തിന്നണേണ്. ചേട്ടൻ പോവാൻ നേരത്തെ അമ്മയോടൊന്നും പറഞ്ഞില്ലായിരുന്ന? അതിന് നേരം വെളുത്തപ്പോ ഞാൻ അവനെ കണ്ടില്ലല്ല. കാണാതെ ഇപ്പൊ ഞാൻ കരുതി അവൻ വല്ല തൂറാനെ മുള്ളാനെ പോയിരിക്കണെന്ന്. അമ്മേ, എന്തായി? ലാറൻസിനെ കണ്ടാടി? 2 ദിവസമായിട്ട് ലോറൻസ് ഏട്ടനും ഏട്ടനെ കണ്ടിട്ടില്ല എന്ന്. എന്റെ മോന്റെ വള്ളവും വലിയും കത്തിപ്പോയി ഇപ്പൊ കരക്കാരുടെ കണ്ണുകടി മാറിയല്ല. തലയും മൂലയും വളർന്ന പെങ്കൊച്ചും കൂടെ 2 അതുങ്ങളെ കെട്ടിച്ചയക്കാനുള്ള ചുമതലക്കാരനാണ് അവൻ. അവൻ എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞങ്ങള് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടാ? എടാ ലാസറേ, എന്താണ് വാർത്തപ്പങ്ങളെ? എന്റെ പൊന്നുമോ മാർക്കോസ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ദിവസം 2 നീ എങ്ങാനും കണ്ടാടാ? ഇതാണാ കാര്യം. അവൻ മട്ടവല മേടിക്കാനായിട്ട് ചിലപ്പോ കൊച്ചിയിലാട്ടെങ്ങാനും പോയി കാണും. കൊച്ചിയിലാട്ട് പോയിട്ട് വരാൻ 2 ദിവസത്തെ വഴിയുണ്ടടാ കോക്കാനെ. എന്നാ അവൻ അവിടെ ചെന്നപ്പോ വേറെ എന്തെങ്കിലും കോള് കിട്ടിക്കാണും. അവനാരാണ് മോൻ? തിരുവനന്തപുരത്ത് പറഞ്ഞ മംഗലാപുരത്താണല്ലോ. നീ തമാശ കളഞ്ഞ കാര്യം പറയണ്ട ലാസറേ, എന്റെ വയറ്റിൽ തീയാണ്. നിന്റെ മേത്ത ചക്കനെ എവിടെയടി? ഇനി അവനായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കോ? അതിന് ബാപ്പുട്ടിക്ക് ഇപ്പോഴാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എനിക്ക് നിന്നിട്ട് നിക്കപ്പുറത്ത് കിട്ടണില്ലാട്ടാ. ആനന്ദ മുതലാളിയോടാണ് അവനോടക്കിയത്. നിങ്ങളൊന്ന് പേടിക്കാണ്ടിരി എന്റെ പെങ്ങളെ. അന്ത്യാമ നിങ്ങൾക്കൊരു കുപ്പി കള്ളുമായിട്ട് അവൻ ഇങ്ങാടെത്തും. എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി എവിടെങ്കിലും പോയിട്ടുണ്ടാവും മാർക്കോസിക്ക. ചേട്ടൻ എവിടെ പോവേണേലും പറഞ്ഞിട്ടേ പോവുള്ളൂ. എനിക്കാകെ പേടിയാവണ്. അനന്തൻ മുതലാളി വല്ല കടുങ്കയും ചെയ്ത് കാണുക. ബാപ്പൂട്ടിക്ക് അന്വേഷിക്കണുണ്ടല്ലോ, നിങ്ങൾ സമാധാനപ്പെട്. അയ്യോ, എന്റെ മോളെ വിടുക, എന്റെ മോളെ വിടുക, മോളെ, മോളെ, എന്റെ മോളെ വിടുക. എന്റെ ഈശോയെ, എന്റെ മോളെ എന്തായി കാണിക്കുന്നത്? എന്റെ അമ്മേ, എന്റെ മോളെ വിടുക, എന്റെ മോളെ വിടുക. എവിടെടാ മാർക്കോസ്? ആരടാ നീ? നിന്നോടാ ചോദിച്ചത്? ആരാണ് ബാപ്പുട്ടി? ഞാനാ. എന്താ കാര്യം?
ഹാജിയാര് വിളിക്കുന്നു. ഏത് ഹാജി? മുസ്തഫ ഹാജി. അസ്സലാമു അലൈക്കും. ഈ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഞമ്മക്ക് എന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ കേറ്. വരി. അല്ലാ. ആ ഇരിക്കി. അപ്പോ ബാപ്പുട്ടിക്ക് കുടിക്കാൻ എന്താണ്? ഒന്നും വേണമെന്നില്ല. അല്ലോ, മുസ്തഫ ഹാജിന്റെ ബംഗ്ലാവിൽ വന്നിട്ട് ഒന്നും കഴിക്കാണ്ട് ആരും ഇവിടുന്ന് പോയിട്ടില്ല. ആ മൻസൂറെ കൊണ്ടുവരി. ബാപ്പുട്ടിനെ കുറിച്ച് നമ്മൾ പെരുത്ത് കേട്ടിരിക്കണം. അതുകൊണ്ടാണ് അന്യം അന്വേഷിച്ച് നമ്മൾ നേരിട്ട് അങ്ങോട്ട് വന്നത്. ഈ വരുന്നതിന് മുമ്പ് കോയിക്കാതോട് പൊരുതി നിൽക്കാൻ ആ കടപ്പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഒന്നിനെയും കുസാത്ത അന്ത്യ ചങ്കുറ്റം ഉണ്ടല്ല, അതാണ് ഞമ്മക്ക് വേണ്ടത്. മനസ്സിലായില്ല. ആ അതൊക്കെ പറയാം മോനെ. ആ അതിനു മുമ്പ് ഈ തൊരെണ്ണം പിടിപ്പിക്ക്. എനിക്കിതൊന്നും ശീലമില്ല. അല്ലോ, അനക്ക് ശീലമില്ലാത്ത എന്തെല്ലാം ഇനി ചെയ്യാൻ കിടക്കണ്? ഹാജിയാര് കള്ള് കഴിക്കണ കാണുമ്പോ അനക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. എടോ, ഇത് പുറത്തറിഞ്ഞാലല്ലേ ഹറാമാവുന്നുള്ളു. ഇത് കഴിക്കടാ മോനെ. വേണ്ട. ആ വേണ്ടെങ്കി വേണ്ട, നിർബന്ധിക്കുന്നില്ല. എന്നെ എന്തിനാ കൂട്ടിക്കൊണ്ടു വന്നത്? പറയാം മോനെ. അതിനു മുമ്പ് അന്നെ വിശ്വസിക്കാൻ കൊള്ളാവോന്ന് ഞമ്മക്കൊന്നറിയണ്ടേ? വിശ്വാസവഞ്ചന ബാപ്പുട്ടിക്കറിയില്ല. പക്ഷേങ്കി പ്രവൃത്തിയില് ഈ ഞമ്മക്കത് കാണിച്ചു തരണം. ഈ മുസ്തഫ ഹാജി ആരാന്ന് അനക്കറിയാവോ? അറിയാം, നല്ല പോലെ അറിയാം. അല്ലോ, മിടുക്കൻ. അപ്പോ ഞമ്മള് വലിയ കള്ളക്കടത്തുകാരനാണെന്ന് ഈ കേട്ടിരിക്കുന്നു അല്ലേ? കോയിക്കാദറിനെ കൊന്ന കേസില് അനക്ക് ശിക്ഷ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ആ കേസ് ഇല്ലാണ്ടാക്കാൻ ഞമ്മള് വിചാരിച്ചാൽ നടക്കും. പോലീസും കോടതിയും നിയമവും ഒക്കെ ഹാജിയാരുടെ ബംഗ്ലാവിലിരുന്ന് ഹാജിയാർ തീരുമാനിക്കണ പോലെയാണ്. അന്നെ ഞമ്മൾ രക്ഷിക്കും. പക്ഷെങ്കിൽ ആ നന്ദി ഈ ഞമ്മളോട് കാണിക്കണം. സ്നേഹിക്കുന്നവർക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുന്നവനാ ഈ മുസ്തഫ ഹാജി. നന്ദികേട് കാണിച്ചാലുണ്ടല്ല, ഓന്റെ മയത്ത് പോലും ദുനിയാവ് ബാക്കി വെച്ചേക്കൂല. ഞാനും അങ്ങനെ തന്നെയാണ്. ശത്രുവിന്റെ പൊടി പോലും ബാക്കി വരുന്നത് എനിക്കും ഇഷ്ടമല്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെയ്യാൻ ഒരുപാടുണ്ട് മോനെ. തൽക്കാലം ഈ ഒന്ന് വിശ്രമിക്ക്. മൻസൂറെ, താൻ ഇയാളെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടാക്ക്. വൈകിട്ട് നമ്മൾ വരും. ബാക്കി കാര്യങ്ങള് അവിടെ വെച്ച് സംസാരിക്കാം. ഇയാൾ ആരാ? എന്തിനാ ഇവിടെ വന്നേ? ബാപ്പ കൂട്ടിക്കൊണ്ടുവന്നതാ. ഇനി ബാപ്പൂട്ടിന്റെ കാര്യത്തില് നിങ്ങൾ പേടിക്കണ്ടാന്ന്. ഓനിപ്പം ഞമ്മടെ ആളാന്ന്. ഇനി കടപ്പുറത്ത് കിടന്ന് ബലസാൻ ഓനെ കിട്ടൂലടോ. കണ്ണടച്ച് നമുക്ക് അവനെ വിശ്വസിക്കാമോ ഹാജിയാരെ? അല്ലോ ഫസ്റ്റ് ഓന്റെ മയ്യത്ത് ചിട്ടിപ്പ് ഇരിക്കണത് ഞമ്മടെ കയ്യിലാണല്ല. കോയിക്കാദറിനെ കൊന്ന കേസിലെ ഒന്നാം പ്രതിയാണല്ലോ ഓൻ.
ഇനി ഞമ്മള് പറഞ്ഞ പോലെ ഓൻ എന്തും ചെയ്യൂ. ആ പിന്നെ എടോ, ഇനി വരുന്ന കപ്പലെന്ന് ചരക്കെടുക്കാൻ ഓനെ വിടാന്ന് വിചാരിക്കാം ഞമ്മള്. പെട്ടെന്നങ്ങനെ വേണോ ഹാജിയാരെ? ആ അതേന്ന് ഞമ്മടെ ഒരു ടെസ്റ്റിങ്. നിങ്ങള് ധൈര്യമായിട്ടിരിക്കുന്നു. ഓ നുശിരുള്ളവനാ അതേന്ന്. അപ്പൊ പിന്നെ കാണാം. ശരി. കണ്ണി കണ്ട അലവലാദികളെയൊക്കെ ബാപ്പ എന്തിനാ ഇവിടെ വിളിച്ചു കയറ്റുന്നേ? ഹലോ പഷ്ട് അലപലാതിയാ. ഓന്റെ കുപ്പായവും വേഷങ്ങളുടെ മോൾ ഇങ്ങനെയൊക്കെ പറയണേ. ഓ മിടുക്കനാ മോളെ. ഈ വക തെമ്മാടികളൊക്കെ ബാപ്പയ്ക്ക് മിടുക്കന്മാരാ. എനിക്കൊന്നും ഇഷ്ടമല്ല. അല്ലാ, ബാപ്പച്ചിയുടെ ഫൗസിമോക്ക് ഇന്ന് മൂക്കത്താണുള്ള ശുണ്ടി. ഒന്നും കഴിച്ചില്ലേ മോളെ? എന്നകത്തി എന്ന് ഒരു ഓറഞ്ച് ജ്യൂസ് എടുത്ത് കുടിക്കി. ബാപ്പച്ചിയുടെ പഞ്ചാര കുട്ടികൾ. എന്താ ബൂക്ക ഉറക്കായിരുന്ന? ഞമ്മക്ക് വെപ്പും കുടിയും തീറ്റയല്ലാണ്ട് വേറെന്താ ഇവിടെ പണി? അല്ല, ഇതാരാണ്ടോ? ഇത് ബാപ്പൂട്ടി, ഹാജിയാരുടെ സ്വന്തം ആളാ. സ്വന്തം ആളെന്ന് പറഞ്ഞാ ബാപ്പാന്റെ വഴിയിലാ ഉമ്മാന്റെ വഴിയിലാ? ആ, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ബാപ്പൂട്ടി കുറെ ദിവസം ഇവിടെ ഉണ്ടാവും. അബൂക്ക വേണം ബാപ്പൂട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ. അത് ഞമ്മൾ ഏറ്റ്. ഒന്ന് മുണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ല. ഇന്നമ്മനെ ചായ. അബൂക്കാന്റെ നാടെവിടാ? എങ്ങോ കണ്ട പോലെ. അങ്ങ് വടക്ക, കൊയിലാണ്ടിക്ക് അപ്പുറത്ത്. അല്ല, നല്ല തണ്ടും തടിയുണ്ടല്ല. മോനിക്ക് വേറെ വല്ല നല്ല പണിയും നോക്കായിരുന്നില്ലേ? അല്ല, ഞാൻ വേറൊന്നും ഓർത്ത് പറഞ്ഞതല്ല കേട്ടാ. ഈ ഹാജിയാരുടെ കൂടെ ഒരിക്കൽ കൂടിയാലുണ്ടല്ല, ചക്കപ്പശമെ പഞ്ഞു പിടിച്ചതുപോലെയാണ്. വിട്ടുപോരാൻ ഒക്കൂല. പോന്നാ പിന്നെ തുണ്ടം ആകുകയും ചെയ്യും. മൂപ്പര് വരണണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതൊക്കെ ഈ ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടുകളാ. ആ, താമസമൊക്കെ എങ്ങനെയുണ്ടോ? എനക്കിഷ്ടപ്പെട്ട? പിന്നെ ഇത് കുറെ കുപ്പായങ്ങളാ. ഈ ഞമ്മളോടെ നിൽക്കുമ്പോ എനക്കുറെ വീടും വൃത്തിയൊക്കെ വേണം. അല്ലോടാണിതാ. പിന്നെ ആ പിന്നെ ഞമ്മൾ വന്നത് 2 ദിവസം കഴിയുമ്പോൾ ഒരു കപ്പല് പുറംകടലിൽ വരും. അത് ഞമ്മക്കുള്ള 3-4 പെട്ടികളുണ്ട്. കസ്റ്റംസിന്റെയും പോലീസിന്റെയും കണ്ണിപ്പെടാതെ ഈ അത് കരക്കെത്തിക്കണം. സഹായത്തിന് നമ്മുടെ ആൾക്കാരുണ്ടാവും. പിന്നെ ഇതും വെച്ചോളിൻ, മനസ്സിന്റെ ഒരു ബലത്തിനാ. ബാപ്പൂട്ടിയുടെ മനസ്സിന് കരുത്ത് കിട്ടാൻ ഒരായുധത്തിന്റെ ആവശ്യമില്ലടോ. പരട്ട് ഹാജിയാരെ 14 വർഷത്തെ അനുഭവങ്ങളുടെ തീയാണ് നെഞ്ചിൽ. ഒരു നിമിഷം കൊണ്ട് നിന്നെ ചുട്ടെടുക്കാൻ എനിക്ക് കഴിയും. പക്ഷെ വേണ്ട, നീ അങ്ങനെ മരിക്കാൻ പാടില്ല. അനക്കെന്താണ് ബാപ്പൂട്ടി ഒരു ആലോചന? ഒന്നുമില്ല. ആ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അനതിനോട് ചോദിച്ചാൽ മതി. അപ്പൊ നമ്മൾ വരട്ടെ. വരി. അൽഹംദുലില്ലാ. കസ്റ്റംസ്. ഇനി എന്താ ചെയ്യാ? പേടിക്കണ്ട, നീ ഇങ്ങോട്ട് വാ. നീ ആ ചീനവനെ അടിയിലൂടെ ചേർത്തുവിട്. ഇനി നീ ബോട്ട് സ്ലോ ആക്കിക്കോ.
എവിടെയാണ് കപ്പലിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ചരക്കുകൾ? ചരക്കുകളോ? ഇതിലൊന്നുമില്ല സാറേ. പിന്നെ എന്തിനാ നീ ഞങ്ങളെ കണ്ടപ്പോൾ വെപ്രാളപ്പെട്ട് ഓടിയത്? അത് ഞാൻ വെറുതെ പ്രാക്ടീസ് ചെയ്തതാ. ഓ, നിന്റെ ഒരു പ്രാക്ടീസ്. പോയിക്കോ. ഈ ആൺകുട്ടിയാണ് മോനെ, ആൺകുട്ടി. ഇന്ന് നമ്മള് പോലീസിന്റെയും കസ്റ്റംസിന്റെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്റെ കൈ കൊണ്ട് മാത്രാണ്. മിടുക്കൻ, മിടുമിടുക്കൻ. ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ മുതലല്ലേ ഒരു ഉളുപ്പില്ലാതെ വെള്ളത്തിൽ എറിഞ്ഞു കളഞ്ഞത്. റോങ് മെസ്സേജ് തന്നത് ആരാന്നാ എനിക്ക് പിടികിട്ടാത്തത്. നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന ആരോ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ബാപ്പുട്ടി പറഞ്ഞത് ശരിയാ. അല്ലെങ്കിൽ എങ്ങനെ ഒരേ സമയത്ത് രണ്ട് കരയിലും കസ്റ്റംസുകാർ വളയുന്നത്? അല്ലോ, തീക്കട്ടയിൽ ഉറുമ്പരിക്കണ ഞമ്മക്കും ചിലതൊക്കെ പൊടി കിട്ടിയിട്ടുണ്ട്. കടപ്പുറത്തെ ചാപ്പയെ പെറ്റുവളർന്ന ഈ മുസ്തഫ ഇന്ന് ഈ മുസ്തഫ ഹാജിയെ വളർന്നത് ഞമ്മടെ മാത്രം കൈകൊണ്ടാണ്. വിടൂല, ഞമ്മളെ ഒറ്റ കൊടുക്കുന്ന ഒരുത്തനെ ഞമ്മളെ വിടൂല, അറത്ത് കളയും. എടോ ലാസറേ, അങ്ങാട് നോക്കിയാട്ടെ. എന്റെ കർത്താവേ, ഇതാരാണിത്? ഇതാരാണ്? ചാൾസ് രാജകുമാരനാ? എന്റെ ഈശോയെ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇതെന്ത് വണ്ടിയാണ്? കടൽ സ്രാവ് പോലെ ഉണ്ടല്ല. ലോട്ടറി അടിച്ചാ? ആ, സംഗതി കലക്കിയിട്ടുണ്ട് കേട്ടാ. എന്താണ്ടാ ഞാരിനെ കിനാക്കാണേണ? കിനാവ് കാണല് നിന്റെ അപ്പന്റെ ജോലിയാണ്. പുല്ലേന്റെ ബാപ്പാക്കി പറഞ്ഞാലുണ്ടല്ലേ പുളുത്തിക്കളയൂ. ആ പുളുത്തും. നിങ്ങൾ ഇത്രയും കാലം എവിടായിരുന്നു? ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നോ? അന്ന് 4-5 തടിമാടന്മാര് വന്ന് വിളിച്ചപ്പോ ഒന്നും മിണ്ടാണ്ടും പറയാണ്ടും പോയതാണല്ലേ. കാണാണ്ടായപ്പോ ഞങ്ങൾ വിചാരിച്ച് മാർക്കോസിനെ പോലെ മൊലാളിന്റെ കൈ കൊണ്ട് കാഞ്ഞു കാണുമെന്ന്. കണ്ടിട്ടൊരു മലങ്കോളടിച്ച മട്ടുണ്ടല്ലോ. ബിസിനസ്സാണ്, ജോലിയാണ്. പറയാൻ ഒരുപാടുണ്ടോ. ഞാൻ മാർക്കോസിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ആ പിന്നെ പോയിട്ട് വെക്കം വരുമല്ല. അന്തിക്കൊന്ന് കൂടണം കേട്ടാ. ഇന്നത്തെ ചെലവ് നിങ്ങളുടെയാണ്. ആയിക്കോട്ടെ. വൈകിട്ട് കാണണം കേട്ടാ. ഇന്നിപ്പോ നിന്റെ ആവശ്യമില്ലല്ല. നിന്നെ തഴഞ്ഞടായ വരും വരും എന്ന് പറഞ്ഞിട്ട് നാളെ എത്രയായി? എന്റെ മോനെ മുതലാളിമാര് തല്ലി കൊന്നു കാണും. അമ്മച്ചി കരയാതെ. മാർക്കോസിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. കൊച്ചു ത്രേസ്യയെ കണ്ടില്ലല്ലോ. അത് പറയാൻ മറന്നുപോയി കേട്ടാ. അവളെ നമ്മുടെ ലോറൻസ് കെട്ടിക്കൊണ്ടുപോയി. പെങ്ങന്മാരൊക്കെ നല്ല നിലയിൽ കെട്ടിച്ചു കൊടുക്കണമെന്ന് എന്റെ മോന് വലിയ ആശയായിരുന്നു. കാശും മുത്തരി കൊടുക്കാതെ ഒരുത്തും കെട്ടിക്കൊണ്ട് പോയല്ല. അതന്നെ വലിയ ഭാഗ്യം. അതും ഇത് ഓർത്ത് അമ്മച്ചി വിഷമിക്കരുത്. ഇതാ, ഇത് വെച്ചോളൂ. എനിക്കിതൊന്നും വേണ്ട മോനെ. എന്റെ മോനെ കണ്ടാൽ മാത്രം മതി. ആവശ്യങ്ങൾ ഒരുപാടുള്ളതാണല്ല മേടിച്ച പെങ്ങളെ. ഇത് വെച്ചോളൂ. ഞാൻ വരട്ടെ. ബാബുട്ടിക്ക ഞാൻ മാർക്കോസിന്റെ വീട്ടിൽ കയറിയിരുന്നു. അമ്മണി വിഷമിക്കണ്ട, മാർക്കോസ് വരും. ഞാനല്ലേ പറയുന്നത്. ബാബുട്ടിക്ക ഞങ്ങളുടെ കുടിയിലാട്ട് വരണില്ലേ? ഇനിയൊരിക്കൽ വരാം. വരട്ടെ. ആരുമില്ല ഇവിടെ? ആരാ? ഓ, എന്തിനാ വന്നത്? എന്താ, എനിക്കിവിടെ വന്നൂടെ? കടപ്പുറത്ത് വെച്ച് കണ്ടപ്പോ എന്തായിരുന്നു ഭാവം? വലിയ ആളായപ്പോ ഞങ്ങളെയൊക്കെ മറന്നു കാണുമെന്നാ ഞാൻ വിചാരിച്ചേ. ഇപ്പോ മനസ്സിലായില്ലേ ഞാൻ ആരെയും മറന്നിട്ടില്ലെന്ന്? മറക്കുകയുമില്ല. ആഹാ, മോൻ എന്താ വന്ന കാലത്തിന് നിക്കണേ? ഇരിക്കേ. ഇരിക്കാൻ ആരും പറഞ്ഞില്ല. ബാപ്പൂട്ടി വന്നെന്ന് കരക്കാര് പറയണ കേട്ടു. മോൻ ഇത്ര നാൾ എവിടായിരുന്നു? ചെറിയൊരു ജോലി കിട്ടി. അതേതായാലും നന്നായി. തല്ലും വക്കാണോ ഒക്കെ ആയിട്ട് ഈ കടപ്പുറത്ത് കിടന്ന ജീവിതം പാഴാക്കണ്ടല്ല.
മോനിരിക്കെ, ഞാൻ ചായ കൊണ്ടുവരാം. ചായ മാത്രം പോരാ, ഊണൂടെ കഴിച്ചേ പോന്നുള്ളൂ. ആയിക്കോട്ടെ. മേരിയേ, മേരിയേ, ഇതാരാണ് കോരച്ചേട്ടനാ? എന്താണ് ഈ നേരം കെട്ട നേരത്ത്? ലാസറിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ. അതെനിക്കറിയാവല്ല. ലാസറിയേട്ടനെ കള്ള് ഷാപ്പിൽ കിറുക്കി കിടത്തിയിട്ടാണല്ല ഞാൻ ഇങ്ങാട് വന്നത്. കേട്ടാ മേരി, കുറെ നാളായിട്ട് എന്റെ മനസ്സില് ഒരാശ പെരുകണ്. അതെന്താണ് കോരച്ചേട്ടാ? മനസ്സിലായിട്ടും മനസ്സിലാവാത്ത ഭാവം നടിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടാ. എല്ലാ പെണ്ണുങ്ങളുടെയും സ്വഭാവം ഇങ്ങനൊക്കെ തന്നെയാണ്. ഇങ്ങാട് വന്നാട്ടെ. കയ്യെന്ന് വിട് കോരച്ചേട്ടാ. നീ എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ഇന്ന് നിന്നെ ഞാൻ വിടൂല. വിടാനാണ് പറഞ്ഞത്. നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട. നിന്റെ മറ്റും ഭാവവും കണ്ടപ്പം വേണ്ടപ്പെട്ട കൊച്ചാങ്ങളമാരോട് സഹകരിക്കുന്ന കൊച്ചു പെങ്ങളാണെന്ന് തോന്നി. ഞാൻ പോവുകയാണ്. പിന്നൊരു കാര്യം, അടിച്ചതോ അടി കൊണ്ടതും നാട്ടുകാരോട് പറയാൻ നിൽക്കണ്ട. അതിന്റെ നാണക്കേട് എനിക്കല്ല, നിനക്കാണ്, പിന്നെ നാട്ടുകാർക്കും. എന്തു പറ്റി? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ലിഫ്റ്റ് വേണമായിരിക്കും. കയറിക്കോളൂ. ഏത് കോടീശ്വരന്റെ മോളാണെങ്കിലും ഒരു ലിഫ്റ്റ് തന്നിട്ട് താങ്ക്സ് പറയാതിരിക്കുന്ന മര്യാദ അല്ല. മുമ്പ് എന്തായിരുന്നു ജോലി? കാർ റാലികളിൽ സ്ഥിരം പങ്കെടുക്കാറുണ്ടോ? അതോ സർക്കസിൽ ജീപ്പ് ജമ്പിംഗ് ആയിരുന്നോ? ഓ, അപ്പൊ അതാണ് കാര്യം. ഞാൻ താമസിക്കുന്ന സ്ഥലം ഇവിടെ അടുത്താണ്. ഒന്ന് കയറിയിട്ട് പോവാലോ അല്ലേ? അല്ല, ഇതാര്? പൗസി മോളാ? മോളെന്താ പതിവില്ലാതെ ഈ വഴിക്ക്? അബൂക്കാനൊക്കെ മറന്നോ കുട്ടിയെ? അതെന്താ അബൂക്ക അങ്ങനെ ചോദിച്ചേ? ഇക്കാക്ക് സുഖാണോ? ഓ, എന്ത് സുഖം മോളെ. പടച്ചോൻ ആയുസ് നീട്ടി തരുന്നോണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. വാ, അകത്തേക്ക് പോ. അബൂക്ക, ഫൗസി കുടിക്കാൻ എന്തെങ്കിലും? മോക്ക് ഇഷ്ടം ഓറഞ്ച് ജ്യൂസാ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. വരൂ. ഈ വീട് പണിയുന്ന സമയത്ത് ബാപ്പയോടൊപ്പം വന്നിട്ടുള്ളതാ. എന്റെ ബാപ്പയെ നേരത്തെ അറിയോ? അറിയാം, വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. എന്നിട്ട് നമ്മൾ തമ്മിൽ ഇപ്പോഴാണല്ലോ കാണുന്നത്. എല്ലാത്തിനും ഒരു നേരവും കാലവും ഒക്കെ ഉണ്ടല്ലോ. ഫൗസി ഇരിക്ക്. വേണ്ട, പോകാൻ തിടുക്കമുണ്ട്. എന്താ ഇവിടെ നിൽക്കാൻ പേടിയാണോ? പേടിക്കാതെ എങ്ങനെ? മുമ്പേ ഒരു മുരട്ട് സ്വഭാവക്കാരൻ, ഇപ്പോഴാണെങ്കിൽ ഒന്നാന്തര സ്മഗ്ലർ. ഇത് വളരെ റിസ്കി ജോബല്ലേ? ജീവിക്കാൻ വേണ്ടി ഇത്രയും ബന്ധപ്പെടണോ? ഈ ചോദ്യം താൻ തന്റെ ബാപ്പയോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതും പറഞ്ഞങ്ങ് ചെന്നാ മതി. താൻ പിടിച്ച മുയലിന് 4 ചെവിയെന്ന ബാപ്പയുടെ പക്ഷം. ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നൊക്കെ എനിക്ക് വേണ്ടിട്ടെന്ന ബാപ്പ പറയുന്നത്. പിന്നെന്താ എന്റെ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേകത? ഇന്നാ മോളെ ജ്യൂസ്. കാണുവാൻ മോഹം, എനിക്കെന്നും എന്നും എന്റെ
ഫൗസി, പോവണ്ടേ? പോണം, പക്ഷെ തോന്നുന്നില്ല. നേരെ ഒത്തിരിയായി. വീട്ടിൽ അന്വേഷിക്കില്ലേ? അന്വേഷിക്കട്ടെ. ബാപ്പയെ മറ്റോ അറിഞ്ഞാൽ? അറിയട്ടെ. തനിക്ക് പേടിയില്ലേ? എന്തിനാ പേടിക്കുന്നേ? എന്തിനും ചങ്കുറ്റുള്ള ഒരാളല്ലേ എന്റെ കൂടെയുള്ളത്. ആള് കൊള്ളാവല്ലോ. നാളെ പുറങ്ങടലിൽ വരണ പത്തേമാരിയിലെ ഞമ്മക്ക് 3 പെട്ടികൾ കാണും. ഉച്ചയോടെ പുത്തങ്കടപ്പുറത്ത് സാധനങ്ങൾ എത്തും. ചാലയിലെ അലിയാരായിരിക്കും വള്ളത്തില്, അല്ലേ എന്താ? ആ അതെ. ബാപ്പൂട്ടി കാറുമായി പുത്തങ്കടപ്പുറത്ത് എന്ന് ആരും അറിയാതെ സാധനം നമ്മുടെ ബംഗ്ലാവിൽ എത്തിക്കണം. ആ കസ്റ്റംസുകാർ ഇപ്പം പഴയ പോലെ ഉഴപ്പന്മാരൊന്നുമല്ല. നമ്മൾ കൊടുക്കുന്ന നക്കാപ്പിച്ചൊന്നും അവർക്ക് പിടിക്കില്ല. സർക്കാർ കൊടുക്കുന്ന കമ്മീഷനാണ് അവരുടെ നോട്ടം. സൂക്ഷിക്കണേ. ഇപ്പൊ എങ്ങനെയുണ്ട്? വിഷമിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. കുറച്ച് ദിവസം നന്നായിട്ടൊന്ന് വിശ്രമിച്ചാൽ മതി. എനിക്കെന്റെ അമ്മയും പെങ്ങന്മാരും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനെന്താ, നിന്റെ അസുഖം തീർത്തു മാറട്ടെ. എന്നെ കാണാണ്ടായപ്പോ അവരൊരുപാട് വിഷമിച്ച് കാണും. അതൊക്കെ പോട്ടെ, നീ എങ്ങനെയാ ഹാജിയാരുടെ കൈ ചെന്ന് പെട്ടത്? ഈ നട്ടപ്പാതിര വരെ നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാനാ കടാപ്പുറത്ത് ഉണ്ടായിരുന്നു. കടാപ്പുറത്ത് എന്താണ് തിരയുന്നായിരുന്ന? ചോറും കറിയും തണുത്ത് പറങ്ങളിച്ചിട്ടുണ്ടാവും. തിന്നിട്ട് പോയി കിടക്കാൻ നോക്ക്. ആ ഇരിക്കേ. എന്തു വേണം? ഇവിടെ സ്വർണ്ണം എടുക്കുവാ. സാധനം എന്താ?
സാധനം എടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അറിയാലോ. ഹലോ, ഹാജിയാരല്ലേ? നിന്റെ മോനെ കൊന്നുകളണം. ഇനി പറ മോനെ, ഇന്റെ പെട്ടി എവിടെ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല. പറടാ, പറയാൻ. ഏയ്, അവൻ അങ്ങനെയൊന്നും പറയില്ല ഹാജിയാരെ. പറയിപ്പിക്കാനുള്ള വഴി നമ്മുടെ കയ്യിലുണ്ടല്ല. ഈ നല്ല കുട്ടിയല്ലേ, പറ മോനെ, ഇന്റെ പെട്ടി എവിടെ? എനിക്കറിയില്ല. അവർ നിന്നെ ക്രൂരമായി തല്ലിച്ചതച്ചിട്ടും നീ എന്താ സത്യം പറയാതിരുന്നത്? സത്യം പറഞ്ഞാലും ഇല്ലെങ്കിലും അവന്മാരെന്നെ കൊല്ലുമായിരുന്നു. ചാകാതെ രക്ഷപ്പെട്ടത് എൻ്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും നേരുകൊണ്ടാണ്. കൈ നിറയെ കായുണ്ടാക്കിയിട്ട് ഈ കടാപ്പുറത്തുനിന്ന് ദൂരെ എവിടെയെങ്കിലും പോയി എൻ്റെ കൊച്ചു ത്രേസ്യാനെയും സാറാനെയും നല്ല രീതിയിലൊന്ന് കെട്ടിച്ചയക്കണം. ആ ഒരു മോഹം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. നമ്മൾ മോഹിക്കുന്ന പോലൊന്നും നടക്കാറില്ലല്ലോടോ. നിങ്ങളെന്താണ് അങ്ങനെ പറഞ്ഞത്? കൊച്ചു ത്രേസ്യയുടെ കല്യാണം കഴിഞ്ഞു. ലോറൻസ് അവളെ കെട്ടിയത്. നിന്നെ അനന്തം മുതലാളി തല്ലിക്കൊന്നുന്ന എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. നീ പോയതിനു ശേഷം നിന്റെ കുടുംബം നോക്കാൻ ലോറൻസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു. എനിക്കിപ്പോഴും പിടികിട്ടാത്തൊരു സംശയമുണ്ട് കേട്ടാ. നിങ്ങൾ എങ്ങനെയാണ് ആജിയാടെ കൂടെ ചെന്നുപെട്ടത്? ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ശത്രുവിനെ തേടിയാണ് ഞാൻ ഈ കടപ്പുറത്ത് വന്നതെന്ന്. പക്ഷെ തേടി പിടിക്കാതെ തന്നെ അവൻ എൻ്റെ മുമ്പിൽ വന്ന് പെട്ടു, ഒരു നിയോഗം പോലെ. അപ്പൊ ആജിയാരാണ് നിങ്ങളുടെ ശത്രു? അതെ. എന്നിട്ടെന്താണ് പിന്നെ കണക്ക് തീർക്കാത്തത്? കൂട്ടത്തിൽ കൂടിയപ്പം ദേഷ്യവും പകയൊക്കെ തീർന്ന? അങ്ങനെ എളുപ്പത്തിൽ അവനെ കൊന്നുകൂടാ. കൊന്നാൽ അതവൻ എന്നോടും എൻ്റെ കുടുംബത്തോടും ചെയ്ത ദ്രോഹത്തിനുള്ള ശിക്ഷയാവില്ല. ഇഞ്ചിഞ്ചായി മരിക്കണം. ആദ്യം അവൻ്റെ സാമ്രാജ്യം തകർക്കണം, പിന്നെ അവൻ്റെ കുടുംബം. എന്റെ പൊന്നുമോനെ, നീ ഇതെവിടെയായിരുന്നു ഇത്രയും കാലം? മോനെ. അമ്മച്ചി, വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്.
എന്തെങ്കിലും കഴിക്കാനെടുക്കുക, വല്ലാണ്ട് വിശക്കുന്നു. എടി കൊച്ചുരേശ പുണ്ണാളത്തി, നീ അറിഞ്ഞാടി നിന്റെ പുന്നാരാങ്ങളെ ഇന്നലെ ഇവിടെ കപ്പലിറങ്ങിയിട്ടുണ്ടെന്ന് കരക്കാര് പറഞ്ഞാണ് കേട്ടാ. ഉമ്മക്ക് ആകെയുള്ളൊരു മച്ചുനനാണ്. അവൻ വരണതും പോണതും ഒക്കെ നാട്ടുകാര് പറഞ്ഞറിയാന്ന് വെച്ചാല് അതൊരു ഗതികേട് തന്നെയാണേ. വെളിനാട്ടിലെങ്ങാണ്ടും പോയി കൈനിറയെ പുത്തനായിട്ടാണ് വരവെന്നറിഞ്ഞു കേട്ടാ. ഹാ, വലിയ ആളായപ്പോ നമ്മളെയൊന്നും കണ്ണിൽ പിടിക്കണുണ്ടാവില്ല അല്ലേടി. നിങ്ങൾക്കിതെന്ത് പറ്റി ചൊറിയും ചേന തിന്ന മാതിരി? പിന്നല്ലാണ്ട് കൊമ്പത്താണെന്നാണല്ലോ പണ്ടേ അയാക്കട വിചാരം. നിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മാത്രമേ കെട്ടിച്ചു കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായടി? ഈ മരക്കാനില്ലായിരുന്നേ കാണായിരുന്നു. ചേട്ടനൊന്ന് നിർത്തണുണ്ടാ? എന്താണ്ടി അയാളെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയാ? പൊള്ളുവല്ല, തേനേ പാലയെന്നും പറഞ്ഞ് എത്ര കാലം നടന്നതാണ്. വന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ ആ മരം കൊണ്ട് സാധിച്ചാടി. ദേ പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞ, അയാള് വെളിനാട്ടിലേതോ പെണ്ണിനോട് പൊറു തുടങ്ങിയതാണ് ഞാൻ കേട്ടത്. അളിയൻ ഇവിടെ ഉണ്ടായിരുന്ന നിന്റെ പരദൂഷണമൊക്കെ കഴിഞ്ഞാടാ ആളിയാ. അതെ. അവനൊരു സ്വയംഭം സാധനം തന്നെയാണ് കേട്ടാ. ഇമ്മളി നാളെ ഇറക്കുമതി സാധനം ഒന്ന് മണക്കണമെന്ന് വിചാരിക്കണം. സാധനം സ്റ്റൈലാണപ്പാ. വയറ് നിറച്ച് കള്ളു കുടിച്ച കാലം മറന്നു കേട്ടാ. നിന്നെ കാണാണ്ടായ പിന്നെ ഏതാണ്ടൊരു മാതിരിയായിരുന്നടാ മാർക്കോസ്. അത് നോട ഈയിടായിട്ട് കൃഷ്ണൻകുട്ടിയുടെ ഓശാരം കുറെ ഞണ്ണുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട് കേട്ടാ. പോടാ. ഞാനല്ല, നിന്റെ അപ്പനാണ് എണ്ണിയത്. അല്ല മാർക്കോസേ, പകലന്തിയോളം വഞ്ചിയും മലയും കടലുമായി കെട്ടി പറഞ്ഞിട്ട് അന്തിക്കിങ്ങനെ കൂടണ ഒരു സുഖം തന്നെ ആയിരുന്നേ. അത് നേര്. അല്ല മാർക്കോസേ, ഇനി എന്താ നമ്മുടെ പരിപാടി? പരിപാടികൾ ഇമ്മിണി മനസ്സിലുണ്ട്. ആദ്യമായിട്ട് പുതിയൊരു വള്ളവും വലയും മേടിക്കണം. നമ്മളൊന്നിച്ച് കടലിൽ പോണതിന്റെ സുഖം ഒരു സുഖം തന്നെയാണ്. ബാപ്പൂട്ടി, അന്റെ ഒറ്റ വിശ്വാസത്തിലാണ് നമ്മൾ ഈ പുതിയ പാർട്ടിയെ പിടിച്ചിരിക്കുന്നത്. ഈ കേട്ട് കാണും, സോളാങ്കി ബോംബെയിലെ വലിയൊരു സ്മഗ്ലറാണ്. ഈ ബിസിനസ് നേരെ ചൊവ്വേ നടന്നാണ്ടല്ല, അതോടെ നമ്മൾ ഈ ഏർപ്പാട് നിർത്തും. അല്ലേ അനന്താ? ബാപ്പുട്ടി, 50 കോടി രൂപയുടെ ചരക്കാണ് വരുന്നത്. വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ വെള്ളത്തിലാവും. നമ്മൾ ഇത്രയും വലിയ ബിസിനസ് ഇതുവരെ ചെയ്തിട്ടില്ല. 10 തലമുറയ്ക്ക് കയ്യാനുള്ള മുതല് ഇതിന് ഞമ്മക്ക് കിട്ടും. ഇക്ക വിഷമിക്കാതിരിക്കെ. കസ്റ്റംസിനും പോലീസിനും ബാപ്പൂട്ടി ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിലും ഞമ്മക്കറിയൂല മോനെ, ഈ മിടുക്കനാന്ന്. ബാപ്പുട്ടിക്ക പറയണതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. മഞ്ചി തകർന്ന ആശുപത്രി കിടക്കണത് 1ഉം 2ഉം അല്ല, 17 പേരാണ്. ഇത്രയും വലിയ പോക്കിരിത്തരം ആ ഹാജിയാരെ ഞങ്ങളോട് കാട്ടിയിട്ട് കയ്യും കെട്ടി നോക്കിയിരിക്കണോന്ന് പറഞ്ഞാൽ എങ്ങനെയാണിത്? നിങ്ങളുടെ വികാരം എനിക്കറിയാം. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ വിചാരിച്ചാൽ അയാളുടെ 5ഓ 10ഓ ബോട്ടുകൾ കത്തിക്കാനോ തകർക്കാനോ സാധിച്ചെന്നിരിക്കും. അതുകൊണ്ട് മാത്രം അയാളെ ഒതുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഒതുക്കുന്നെങ്കിൽ വേരോടെ പിഴുതെറിയണം. അതിനല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. മനസ്സിലായില്ല. പറയാം. കടലിൽ വെച്ച് റെയ്ഡ് നടക്കുമെന്നായിരുന്നു എൻ്റെ പേടി. ബാപ്പൂട്ടിക്കാൻ്റെ മിടുക്കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. 50 കോടി രൂപയുടെ ചരക്കാണ് ഇതിനകത്ത്. ഇനിയൊന്നും പേടിക്കാനില്ലേ. മൻസൂറെ, കസ്റ്റംസ് ചതിച്ചു.
മൻസൂറെ ഇനി നിവൃത്തിയില്ല, വാ രക്ഷപ്പെടാം. ഹറാം പറഞ്ഞോനെ. ഹോ, എന്തായിരുന്നു അന്റെ ഒരു വീരവാദം? പോലീസിനും കസ്റ്റംസിനും അന്യ ഒരു ചുക്കുഞ്ഞെ ഒക്കൂലെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് ഇപ്പൊ എന്താണ് ഹിമാറെ? ഓ, 50 കോടി രൂപയുടെ മുതലാ എനിക്ക് നഷ്ടപ്പെട്ടത്. 3 ഭാഗത്തുനിന്നും പെട്ടെന്നുള്ള അറ്റാക്ക് ആയിരുന്നു. അനങ്ങാൻ സമ്മതിച്ചില്ല. പിടികൊടുക്കാതെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. മണ്ണാങ്കട്ടി. ഹോ, ഞാൻ ഇനി ആ സോളാങ്കിയോട് എന്ത് സമാധാനം പറയും? അയാളാണെങ്കിൽ ആളൊരു ബെട്ടക്കാണും. ആരോ ഒറ്റിയതാണ്, അല്ലെങ്കിൽ ഇത്രയധികം ഫോഴ്സുമായി കസ്റ്റംസ് വരില്ലായിരുന്നു. ആരെങ്കിലും നിനക്ക് സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഓങ്കരെ ഒലത്തും. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. മാർഗം ആനമട്ട പൊങ്ങിയത് ഈ ബായനെന്താ? ഈ ബാപ്പുട്ടിക്ക് ഇത് എവിടെ പോയി കിടക്കണേന്ന്? നമ്മളോട് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ടാണ് മൂപ്പര് പോയിരിക്കണത്. താങ്കളൊന്ന് പിടയ്ക്കാതോ. അവസാനം കടുവായെ കിടുവാ പിടിച്ച പോലെ ആകുവാ. മുക്കുവ കസ്റ്റംസുകാരെ ഒറിജിനൽ കസ്റ്റംസുകാർ വന്ന് പൊക്കിയാലുള്ള സ്ഥിതി അറിയാവാ. ഇടിയുടെ പെരുന്നാളായിരിക്കും കേട്ടാ. എനിക്കിടി കൊള്ളാൻ മേല. ഇത്രയും വയസ്സായില്ലേ, ഇനി ചത്താലും വലിയ കുഴപ്പമില്ലല്ലോ. ഇതവൻ വേറെ കുട്ടൻസി പറയണതാണ് കേട്ടാ. അമ്മടെ കിണ്ടി. ആ സുനാപ്പിക്കേഷൻ അവന്റെ മനസ്സിലിരിക്കേ ഉള്ളു. ഞാൻ ചത്തട്ടിന്റെ മേരിയെ കെട്ടാനായിരിക്കും ഇവന്റെ പൂതി. സുളുത്തി ഈ കരയിൽ വേറെ പെപ്പിള്ളാരില്ലാഞ്ഞിട്ടല്ലേ? ആർക്ക് വേണം തന്റെ സെക്കൻഡ് ഹാൻഡിന്? അത് കുറുക്കം പറഞ്ഞ മാതിരിയാണ്. കിട്ടാത്ത മന്ത്രിങ്ങ പുളിക്കും. ഇതെവിടെയായിരുന്നു? അല്ല, ഈ വേഷം ഇതുവരെ ആരും ഊരിക്കളഞ്ഞില്ല. അത് ശരി. ഒരിടത്തും പോകാണ്ട് ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ ആ കുട്ടിക്കാ പോയത്. പിന്നെ സുരക്ഷിതമായി എത്തിയെന്ന് വെച്ച് സമാധാനിക്കണ്ട. ഹാജിയാർക്ക് ഇപ്പൊ ഹാലളയി കാണും. അതുകൊണ്ട് എത്രയും വേഗം ഈ പെട്ടികൾ മറ്റൊരിടത്തേക്ക് മാറ്റണം. ഇനിയിപ്പോ ആജിയാരുടെ കച്ചവടം ഇതോടെ തീർന്നു കിട്ടിയല്ല. നേരാണ്. ഇനി പുള്ളിക്കാരന്റെ തല ഉയർന്ന് ഉമ്മനക്കിടേണ്ടി വരികയല്ല. ബോംബെയിലെ സോളങ്കിന്റെ കൈകാര്യം ചെയ്യുമല്ല. ഹലോ, ബാപ്പുട്ടിക്കല്ലേ? അതെ. ഞാൻ ഫൗസിയാണ്. എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം. എന്താ ഫൗസി? അതൊക്കെ നേരി പറയാം. താനിന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല, ഇനി പോകേണ്ടി വരില്ലെന്നാ തോന്നുന്നത്. അതെന്താ? ആകെ കുഴപ്പമായി. So, you are pregnant? എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? സന്തോഷം കൊണ്ട്. എന്റെ ഉള്ളിൽ തീയാണ്. ബാപ്പ അറിയുന്നതിന് മുൻപ് നമ്മുടെ വിവാഹം നടത്തണം. വിവാഹമോ? അത് നടക്കില്ല. ബാപ്പുട്ടിക്ക. അതെ, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാനാവില്ല. എന്താ ഈ പറയണത്? എനിക്കൊന്നും മനസ്സിലാകണില്ല. വൈകാതെ മനസ്സിലാവും, നിനക്കും നിന്റെ തന്തയ്ക്കും. നീ തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കുന്ന കണ്ട് നിന്റെ ബാപ്പയില്ലേ, അവൻ വേദനിക്കുന്ന എനിക്ക് കാണണം. അത് നിന്റെ രക്തത്തിലാണുള്ളത്. നിന്റെ ബാപ്പ ഒരു ബാസ്റ്റഡാണ്. 14 വർഷമായി മനസ്സിൽ പകയുടെ തീയുമായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് നിനക്കറിയണോ?
എന്റെ ബാപ്പ ചെയ്ത തെറ്റിന് എന്നോട് എന്തിനാ ഇത്ര ക്രൂരത കാണിക്കുന്നത്? നിങ്ങളെ ജീവന് തുല്യ സ്നേഹിച്ചവളാണ് ഞാൻ. മോൻ പറഞ്ഞ ഒക്കെ നേരാണ്. ആ ഹാജി ഒരു ദുഷ്ടനാണ്, എനിക്കറിയാം. പക്ഷേ ഫൗസിമോള് പാവമാണ്. മോൻ ആ കുട്ടിനെ വിഷമിപ്പിക്കരുത്. കാര്യമായ ഷോപ്പിംഗ് കഴിഞ്ഞുള്ള വരവാണല്ലോ. ഞാനും വീട്ടിലേക്കാ. വാ കയറ്. വലിയ ഗൗരവത്തിലാണല്ലോ. കാര്യം എന്താ? വേണ്ട, നിങ്ങൾ എന്നോട് മിണ്ടരുത്. സഫിയ, അറിയാതെ മോഹിച്ചു പോയി. പക്ഷേ ഇപ്പൊ മനസ്സിലായി, നിങ്ങൾ ചീത്തയാണ്. സഫിയ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? എന്നോടല്ല, ആ പാവം പെണ്ണിനോട്. അവളുടെ വാപ്പ നിങ്ങളോട് ചെയ്ത തെറ്റിന് അവൾ എന്ത് പഴച്ചു? ഇനി ഒരിക്കലും എന്നെ കാണാൻ വരരുത്. ഒക്കെ ഒരു പൊട്ട സ്വപ്നം പോലെ ഞാൻ മറന്നോളാം. കഴിയുമെങ്കിൽ അവൾക്കൊരു ജീവിതം കൊടുക്കണം. എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ. ഇപ്പൊ മനസ്സിലായോടാ ചെറ്റകളെ? പരിന്തിന് മീതെ പണവും പറക്കൂലെന്ന് അമ്മട കിണ്ടി. ഇന്നലെ വരെ എന്നെ ഞണ്ണിലാസർ എന്ന് വിളിച്ചിരുന്ന ഈ കടാപ്പുറത്തെ തെണ്ടികള് മുഴുവൻ ഇന്നിപ്പോ ദേ ലാസറിന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കള്ളു കുടിച്ച് ചത്ത് ഛർദിച്ച് മലന്ന് കിടക്കണേണ്. ഇന്നിപ്പോ ഈ ലാസർ ആരാണെന്നറിയാവാ? കോടീശ്വരൻ, അതായത് ലക്ഷപ്രഭു. ആര്? ലക്ഷപ്രഭു. ആരാണ്ടത്? തെങ്ങാണാ? തെങ്ങിന് കള്ള് വേണ്ടല്ല അല്ലേ? ഇത് തെങ്ങല്ലല്ല, ആളാണാ. തനിക്ക് കള്ള് വേണാടോ? ഞാൻ മേടിച്ചു തരാം. ഇതാളുകൾ കുറെ ഉണ്ടല്ല. വാ, ഒരു കാര്യം പറയട്ടെ. പറയടാ, നീയൊക്കെ കൂടി കടത്തിക്കൊണ്ടുവന്ന ഹാജിയാരുടെ സാധനങ്ങൾ ഇവിടെ? എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല സാറേ, എനിക്കറിയില്ല. എനിക്കറിയാൻ പാടില്ല. അപ്പ ബലാലെ നമ്മളോട് കണക്ക് തീർക്കായിരുന്നല്ലേ? വിടൂല, ഓനെ നമ്മൾ വിടൂല. അറക്കും ഞാൻ. വേണ്ട ബാപ്പ, ബാപ്പ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. പക്ഷെ ബാപ്പൂട്ടിക്കാൻ ഒന്നും ചെയ്യരുത്. കൊണ്ടവന്റെ കൂടെ നിറങ്ങി പൊള്ള വീർപ്പിച്ചിട്ട് നിന്ന് മോങ്ങണ. ആചാരേ, ആ കള്ളക്കഴിവരുടെ മോൻ നമ്മളെ പറ്റിച്ചു. അപ്പൊ താൻ പറഞ്ഞ? അതെ, കടപ്പുറത്തുള്ള ബീരാൻ എന്നോട് പറഞ്ഞത്. പാപ്പുട്ടി അവന്റെ ആൾക്കാരും കസ്റ്റംസുകാരെ വേഷം കെട്ടിയാ നമ്മുടെ ചരക്ക് തട്ടിയത്. നായിന്റെ മോൻ.
വരികടാ. കത്തിക്കടാ. ഒന്ന് നമ്മുടെ കത്തിക്ക്. ഒഴിക്കടാ. അടിച്ച് നിർത്തടാ. പറയാൻ പറഞ്ഞ പന്നികളെ ഒന്നിനെ നമ്മൾ വിടൂല. നീ എല്ലാം കൂടെ നമ്മുടെ ചങ്കാണ് പറിച്ചത്. വിടൂല. ഈ കടപ്പുറം നമ്മൾ ചുട്ടരിക്കും. ഈ കടലിൽ നമ്മൾ ചോര ഒഴുക്കും. എവരുടെ പറ്റുന്ന അതിന്റെ മോൻ
എൻ്റെ കൈകൾ സംശുദ്ധമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അനർഹമായ പലതും ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് നേടിയിട്ടുണ്ട്. എന്നോടൊപ്പം അവയും ഇനി നിയമത്തിൻ്റെ കൈകളിലേക്ക്.